ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1485 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത്, ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ GK അക്ഷത് അരവിന്ദ് ആണ്. അരവിന്ദ് അക്ഷൻ ആണ്. ഡോക്ടർ GK അരവിന്ദ് അക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. എത്തിയല്ലോ ഡോക്ടർ. ഓക്കെ ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം വിവിധ തരം രോഗങ്ങളിലെ സഹായ പദ്ധതികൾ എന്നുള്ള വിഷയമാണ് ഇന്നത്തെ ക്ലാസ്. എനിക്ക് അതത്ര അങ്ങോട്ട് മനസ്സിലായില്ല എന്താണ് ക്ലാസ്സിലെ ഉദ്ദേശിക്കുന്നതെന്ന്. അതെല്ലാം നമുക്ക് പിറകെ ഡോക്ടറുടെ ക്ലാസ്സിൽ നിന്നും മനസ്സിലാവും. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സോട് മാഡം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം വിവിധ രോഗങ്ങളിൽ സഹായ നടപടികൾ. ശരിക്കും നമ്മൾ വായിക്കുമ്പം അതൊരു ഇംഗ്ലീഷ് ടെർമിനോളജി പോലെ കൂടുതലും. മാഡം ഞാൻ അത് പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം. ഓഡിബിൾ അല്ലേ മാഡം? ഓക്കെ. നമുക്ക് അതൊരു ഓഡിബിൾ. ഓക്കെ. കൂടുതലും അതൊരു ഇംഗ്ലീഷ് ടെർമിനോളജീസിൽ മാത്രമേ നമ്മളത് കൂടുതൽ കേട്ടിട്ടുണ്ടാവുള്ളൂ. എൻ്റെ ടോപ്പിക് ഒറിജിനൽ നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി മാനേജ്മെന്റ്. AUXILEARY ഓക്സിലറി മാനേജ്മെന്റ്. ഒരു കേസ് നമ്മൾ മെഡിസിൻസ് നമ്മൾ എത്ര തന്നെ കൊടുത്തിരുന്നാലും അത് ഏത് ലെവൽ ഓഫ് ആക്ഷനിലാണ് അവരവരുടെ ഓരോരുത്തരുടെ പ്രിസ്ക്രിപ്ഷൻസ് ആണ്. നമുക്കതിലൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഓരോ തരത്തിലുള്ള അസുഖങ്ങൾക്കും അക്യൂട്ട് ആയിരുന്നാലും ക്രോണിക് ആയിരുന്നാലും മാനേജ്മെന്റ്, ജനറൽ മാനേജ്മെന്റ്, ഡയറ്ററി മാനേജ്മെന്റ്, ഫിസിക്കൽ മാനേജ്മെന്റ്, പിന്നെ മെഡിസിനൽ മാനേജ്മെന്റ്, അങ്ങനെ ഓരോ തരത്തിൽ മാനേജ്മെന്റ് ആയിരുന്നാലും ഓക്സിലറി മെഷേഴ്സ് നിർബന്ധമായിട്ട് നമ്മളൊരു പേഷ്യന്റിനോട് നിർബന്ധമായിട്ട് പറയാം. ഈ ടോപ്പിക്ക് ഞാൻ ഒരു 6-7 സ്ലൈഡ്സേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സഹായങ്ങളും ഏറ്റവും പ്രായം കൂടിയ ഡോക്ടേഴ്സിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. കാരണം യങ്സ്റ്റേഴ്സ്, ഇത് ഞാൻ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് നിൽക്കുന്നുണ്ട്, എനിക്കറിയാം. അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പോലും അവർ ആ ഒരു മെഷർമെന്റ്സ് അധികം പറയാറില്ല. എല്ലാവരും കേസ് റെക്കോർഡ്സ് ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ്. അതിലെല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടേക്ക് അഡിക്വേറ്റ് റെസ്റ്റ്, ടേക്ക് അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, ടേക്ക് അഡിക്വേറ്റ് കറണ്ട് സപ്ലൈ, ഇങ്ങനെയൊക്കെ പോകുന്നല്ലാതെ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ ഒന്നും വരാറില്ല. സോ ഏതൊരു രോഗങ്ങളായിരുന്നാലും ഏതൊരു അസുഖത്തിനായിരുന്നാലും അതിനൊരു പ്രോപ്പർ ആക്സിലറി മെഷേഴ്സ് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ആ പേഷ്യന്റിനും ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഓക്സിലറി മെഷേഴ്സ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഡോക്ടേഴ്സ് യൂഷ്വലി എപ്പോഴാണ് അവരിന്ന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വിസിറ്റ് ആയിട്ടും പേഷ്യൻസിന് യാതൊരു മാറ്റം വരാതിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ വേറെ എവിടെയെങ്കിലും റെഫറൻസ് ചെയ്യുക, യൂട്യൂബ് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു മാനേജ്മെന്റ് കൂടെ കൊടുക്കാൻ പറ്റും. ഇന്ന് വരെ നിങ്ങൾ മനസ്സോട്ട് പറയുക, വളരെ മൂത്ത ഡോക്ടേഴ്സ് അല്ലാതെ ഈ ഇടയായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയവരും പ്രാക്ടീസ് തുടങ്ങി വളരെ കുറച്ചുള്ളവരും പനി കൂടുന്ന സമയമല്ലാതെ ഒരു സാധാരണ ഒരു വൈറൽ ഫീവർ കേസിനായിരുന്നാലും ബാക്ടീരിയൽ ഫീവർ ആയിരുന്നാലും ലോക്കലൈസ്ഡ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉള്ള കേസിനെ സ്പഞ്ചിങ്, അതായത് തുണി നനച്ച് ഒപ്പി കൊടുക്കുന്ന കേസ്, വളരെ എക്സ്ട്രീം കേസ് അല്ലാന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയിൽ ആ പേഷ്യന്റ് നിങ്ങളെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന സമയമല്ലാതെ നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. കുറവായിരിക്കും. ഈ പറഞ്ഞ ഞാൻ പോലും അത് കുറവാണ്. ബട്ട് അത് നമ്മളത് പറയണം, നിർബന്ധമായിട്ട് പറയണം. ഞാൻ ഏറെക്കുറെ കുറച്ച് അസുഖങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആക്സിലറി മെഷേഴ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്,
നമുക്ക് ആദ്യത്തെ സ്ലൈഡിലോട്ട് പോകാം. അമിനോറിയ. സോ അമിനോറിയ എന്നുള്ള ഡിസീസ് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു കണ്ടീഷനാണ്. ചില ഭാഗങ്ങളിൽ അത് സപ്രഷൻ ഓഫ് മെൻസസ് എന്ന് പറയും. ചില ഡിസീസ് കണ്ടീഷൻസിൽ ആബ്സെൻസ് ഓഫ് മെൻസസ് എന്ന് പറയും. ആബ്സെൻസ് ഓഫ് മെൻസസ് എന്നുള്ളതിനേക്കാളും സപ്രഷൻ ഓഫ് മെൻസസ് ആണ് നമുക്ക് നല്ലൊരു ഒരു ഒരു നല്ലൊരു വാഗ്ദാനം. ഇതിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓക്സിലറി മെഷർ എന്ന് പറയുന്നത് ഹോട്ട് സിറ്റ്സ് ബാത്ത് എന്ന് പറയും. സിറ്റ്സ്, SITEZ, ഹോട്ട് സിറ്റ്സ് ബാത്ത്. ഈ ഹോട്ട് സിറ്റ്സ് ബാത്ത് ഒരു പെട്ടെന്ന് ഉണ്ടായ ഒരു സപ്രഷൻ ഓഫ് മെൻസസ് ആണ്. സഡൻ ഒരു സപ്രഷൻ ഓഫ് മെൻസസിന് അതൊരു നല്ലൊരു ഓക്സിലറി മാനേജ്മെന്റ് ആണ്. പേഷ്യന്റ് അത് ചോദിക്കും, അതുകൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാകും. ആ പെൽവിക് മസിൽസ്, ആ ഏരിയ, ആ പെരിയനൽ മസിൽസ് ഏരിയ, ഇതെല്ലാം ഒന്ന് ആ കഞ്ചഷൻ ഇരിക്കുന്ന സാധനം ഒന്ന് ഫ്രീ ആകും. ഫ്രീ ആകുമ്പം ആ കാണുന്ന സപ്രഷൻ അതൊന്ന് ലൂസായിട്ട് തന്നെ നമുക്ക് ആ സപ്രഷൻ ഫ്രീ ആകും തോറും എൻഡോമെട്രിയലിന്റെ ഒരു ഫ്രീനെസ് കാരണം നമുക്ക് പീരിയഡ്സ് പ്രോപ്പറായിട്ട് റെഗുലറൈസ് ചെയ്തുണ്ടാകും. നമ്മളത് പഠിച്ചിട്ടില്ലേ? മെൻസസ്, അമിനോറിയ ഫ്രം സപ്രഷൻ, അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് മെൻസസ് ഡ്യൂ ടു ആഫ്റ്റർ എക്സ്പോഷർ ടു ഹീറ്റ് ഓർ കോൾഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയാം. അതിനുള്ള ഒരു നല്ല ഒരു മെഷർമെന്റ് ആണ് ഹോട്ട് സിറ്റ്സ് ബാത്ത്. എപ്പോഴും നമ്മൾ അമിനോറിയ കേസസിന് ഇന്ന് മുതൽ എക്സസൈസ് ചെയ്യുക, നാളെ മുതൽ ചോക്ലേറ്റ് നിർത്തുക, മറ്റന്നാൾ മുതൽ ഷവായി നിർത്തണം, അത് കഴിഞ്ഞ് അൽഫാം നിർത്തണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ചില പേഷ്യൻസ് ഓപ്പൺ ആയിട്ട് നമ്മളോട് സംസാരിക്കും. ചില പേഷ്യൻസ് ഓപ്പൺ ആയിട്ട് സംസാരിക്കാറ്. ആ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന പേഷ്യന്റ് പറയും, സാർ ഞാൻ ഇതൊന്നും കഴിക്കാറില്ല, ഞാൻ 2 നേരം 3 നേരം എക്സസൈസ് ചെയ്യുന്ന ആളാണ്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അമിനോറിയ വന്നിട്ടുണ്ട്, ഇത്രയും നാളും വരാത്തൊരു അമിനോറിയ എന്തുകൊണ്ടാണ് ഇപ്പോഴും? മാനസികമായിട്ടുള്ള ചില ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ആ ഒരു കണ്ടീഷൻസ് വരുമ്പോൾ അവിടെ ഒരു ഹോട്ട് വാട്ടർ സിറ്റ്സ്, ഹോട്ട് വാട്ടർ ബാഗ് മാത്രമല്ലാതെ തന്നെ ഒരു പ്രോപ്പർ ഫിസിക്കൽ എക്സസൈസ്, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്യുന്ന എക്സസൈസ് അല്ല. രാവിലെ സിവിയർ ആയിട്ട് വൈകിട്ടാകുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു എക്സസൈസ്, ഉച്ചയ്ക്ക് നല്ല ഇടനില കൂടുതൽ എക്സസൈസ് ചെയ്യാതെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഫിസിക്കൽ എക്സസൈസ്, നല്ല ഒരു ഓപ്പൺ എയറിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിരുന്നു. കാരണം നമ്മൾ മെന്റലി ഒന്ന് ഫ്രീ ആവും. ഇപ്പൊ എന്റെ ഫാദറിൻല നടക്കാറുണ്ട്. പുള്ളി എന്നും നടക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നടക്കാറുണ്ട്. പുള്ളി ഡയബറ്റിക്സ് പേഷ്യന്റ് ആണ്, കൺട്രോൾഡ് ആണ്. പക്ഷെ പുള്ളി റോഡിൽ ഇറങ്ങി നടക്കാറില്ല. കാരണം പുള്ളിക്ക് ഒരു പേടി, റോഡിൽ വണ്ടികൾ ബാക്കി വന്ന് തട്ടും, അത് ചെയ്യും. പക്ഷെ പുള്ളിക്ക് ഞങ്ങളുടെ കോമ്പൗണ്ട് ഉണ്ട്, കോമ്പൗണ്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാം, അച്ഛാ എന്തുകൊണ്ടാണ് ഓപ്പൺ എയറിൽ നടക്കാത്തതെന്ന് ചോദിക്കും. ഓപ്പൺ എയറിൽ നടക്കുമ്പോൾ അസുഖം ശരിയാവുമായിരിക്കും, മൈൻഡ് ഫ്രീ ആവുമായിരിക്കും, പക്ഷെ പേടി ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ആ പേടി റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോൾ നമുക്ക് മാക്സിമം പറയാം, നമുക്ക് ഓപ്പൺ എയർ ഒരു ചെറിയൊരു റെഗുലേഷൻ, ഒരു ബോഡി റെഗുലേഷൻ എക്സസൈസ് കൊടുക്കുന്നത് നല്ലതാണ്. അതിനെ അവോയ്ഡ് ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ഇതെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് എക്സസൈസ് എടുക്കുന്ന ഒരാൾക്കാണ് അമിനോറിയ വന്നിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് സ്ട്രൂനസ് എക്സസൈസ് പറയാമല്ലോ. അത്രയും എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്? നിങ്ങൾ 2-3 ദിവസത്തെ ഗ്യാപ്പ് വിട്ടോളൂ. ജിമ്മിന് പോലും 6 ദിവസം പോയാലും 1 ദിവസം ഗ്യാപ്പ് അവർ തരാറുണ്ട്. നമ്മൾ ആ ഗ്യാപ്പ് എടുക്കണം. എടുത്താലേ നമ്മുടെ ബോഡിക്ക് റെഗുലറൈസ് ചെയ്ത് മെറ്റബോളിസം ആക്ടിവിറ്റി റെഡി ആയിട്ട് വരാറ്. സോ ഇത് അമിനോറിയയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഓക്സിലറി മെഷേഴ്സ് ആണ്. മെഡിസിൻസ് നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഡൽക്യാമറ, ക്രോക്കസ്, കോണിയം, ജെൽസീമിയം, ഗ്രഫൈറ്റിസ്, കാലികാർബ്, വെരാട്രം ആൽബ്, സൾഫർ, സെപ്റ്റിയ, പൾസാറ്റില, അങ്ങനെ 1000കണക്ക് മെഡിസിൻസ് ഉണ്ട്. ഓരോന്നും ഓരോ ഡിസീസ് കണ്ടീഷൻസിനെ ഒറിജിനേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസ് വാല്യൂ നോക്കിയിട്ടായിരിക്കാം നമുക്ക് അതിനെ നമ്മൾ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കാറ്. ബട്ട് അമിനോറിയക്ക് ഹോട്ട് സിറ്റ്സ് ബാത്ത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ പാടുള്ള ഫുഡ്, എടുക്കാൻ പാടില്ലാത്ത ഫുഡ്, ഇതെല്ലാം നമുക്ക് അഡ്വൈസ് ചെയ്യാം. കാരണം ഹനുമാൻ തന്നെ നമ്മുടെ ഓർഗൻ ഓഫ് മെഡിസിനിൽ തന്നെ ഹനുമാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അഫോറിസം 259 മുതൽ 263, 259 to 263 പല അക്യൂട്ട് കേസസിലും പറഞ്ഞിട്ടുണ്ടാവും. എന്റെ വൈഫ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അപ്പൊ ഹനുമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ക്രേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാരിക്കോരി കഴിക്കാം അക്യൂട്ട് കേസിൽ. കാരണം പുള്ളി പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും നല്ല പൊറോട്ട ഇറച്ചിയും കഴിക്കുമ്പോൾ മാറും എന്ന് പറയും. അവരവർക്ക് ഓരോരുത്തർ വിശ്വാസമാണ്. പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ള ശരിയാണ്, പേഷ്യൻസിന്റെ ക്രേവിങ്ങും ഡിസയറും നമുക്ക് മോണിറ്റർ ചെയ്യാം. അത് ഒരു ഫിസീഷ്യന്റെ അവകാശമാണ്. ആ പേഷ്യന്റെ ബൈസ്റ്റാൻഡറും അവകാശമാണ്. ആ ഒരു ക്രേവിങ് സബ്സ്റ്റൻസ് നോൺ മെഡിക്കൽ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കുക. മെഡിക്കൽ ഐറ്റം ആണ് ക്രേവിങ് ആണെന്നുണ്ടെങ്കിൽ തീരെ കൊടുക്കാൻ പാടില്ല. ഓക്കെ. സോ
ഒരു നല്ല കഷ്ടപ്പെട്ട് റൂൾ ഔട്ട് ചെയ്ത് നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്ത് നല്ല ഒരു മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ യാതൊരു തടസ്സങ്ങളും വരാതെ നമ്മൾ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്ന് പറയുന്നത് പോലെ ഒരു തടസ്സങ്ങളും വരാതെ നമ്മൾ നോക്കാൻ പേഷ്യൻസിനോട് കോഫി, പിന്നെ ചെറിയ ഹെർബൽ പൊടി, ഒരുപാട് കടുപ്പം കൂട്ടിയുള്ള ചായ ഇതൊക്കെ നമ്മൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പെർഫ്യൂംസ്, പിന്നെ വീട്ടിനകത്ത് തന്നെ നമ്മൾ കത്തിക്കുന്ന ചെറിയ ചെറിയ ചന്ദനത്തിരി, ഇതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഒരു വിധത്തിൽ ഒരു ഓക്സിലറി മെഷേഴ്സ് ആയിട്ട് തന്നെ എടുക്കുക. ഇപ്പൊ 288 സിക്സ് എഡിഷന്റെ 288 ഹനുമാൻ മെസ്മറിസം പറയാറുണ്ട്. മെസ്മറിസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ലൈക്ക് നമ്മുടെ ശരിക്കും ഞാനത് ഒരു എന്താ പറയാ, എന്റെ നാടൻ ഭാഷയിൽ ഞാൻ പറയും തടവി കൊടുക്കുക എന്ന് പറയും. ശരിക്കും തടവി കൊടുക്കുന്നതല്ല, നമുക്കതൊരു മസാജിങ് പോലെയാണ്, ഒരു ഗുഡ് നഴ്ചർ പോയിന്റ്സ്, ഒരു പ്രോപ്പർ റബ്ബിങ്, ഹാൻഡ് റബ്ബിങ്. സോ ഹാൻഡ് റബ്ബിങ് അത് അത്ര ഒരു ഫിസിക്കൽ ടച്ച്, നമ്മളൊരു ഹീൽ പോലെ. ഇപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഫേമസ് ഹോസ്പിറ്റലാണ്, പേര് പറയുന്നില്ല, ഡോക്ടറിന്റെ പേരും പറയുന്നില്ല, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലെ ഒരു ഡോക്ടറാണ്. ആളുടെ നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല പൈസക്കാരനാണ്. പക്ഷെ പുള്ളിയുടെ ഷർട്ട് ഉടുപ്പ് കണ്ട വളരെ ഒരു പക്ക ക്യൂട്ട് ജെന്റിൽമാൻ ആയിട്ട് നിൽക്കും. ഇങ്ങനെ അത്ര വലിയ കോസ്റ്റ്ലി ഉടുപ്പൊന്നും ഇടാറില്ല. പുള്ളി എപ്പോഴും പുള്ളിയുടെ കൈ ഇങ്ങനെ അകത്ത് വെച്ചിരിക്കുക. ആ കൈ വെച്ച് നമ്മുടെ ഇങ്ങനെ തൊടുമുണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള ഒരു തണുപ്പും ആ ഒരു സോഫ്റ്റ്നെസ്സും നമുക്ക് അപ്പൊ തന്നെ പകുതി അസുഖം എന്തോ പോയതുപോലെ നിൽക്കും. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഓക്സിലറി മെഷേഴ്സ് പോലെയാണ്, ഒരു മെസ്മറിസത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ. പിന്നെ 291 എഡിഷനിലെ ഹനുമാൻ ബാത്ത് പറഞ്ഞിട്ടുണ്ട്. ബാത്ത് ഓഫ് പ്യുവർ വാട്ടർ ഒരു പാർഷ്യലി ഒരു പാലിയേറ്റീവ് ആണ്. അതൊരു പാർഷ്യലി ഹോമിയോപ്പതിക്കലി സർവീസബിൾ ആണ്. എയ്ഡ്സ് ടു റീസ്റ്റോർ ദ ഹെൽത്ത്. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഡോക്ടറെ ഒന്ന് അഡ്വാൻറ്റേജ്. പറഞ്ഞോട്ടെ മാഡം അടുത്ത സ്ലൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ആയില്ല. ഇല്ല മാഡം, പോയിട്ടില്ല, അടുത്ത് പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് മെസ്മറിസത്തിലോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. വന്നോണ്ട് പറയാണ്. മെസ്മറിസം, അതെ മെസ്മറിസത്തിൽ തന്നെ മാഡം, അതിൽ തന്നെ നിൽക്കുവാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇതിനകത്ത് തണുത്ത വെള്ളത്തിനകത്ത് കുളിക്കുന്നുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അതുപോലെ ചൂടുവെള്ളത്തിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, കുളിക്കുന്നത് എല്ലാം ഹനുമാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 292 അഫോർസത്തിനകത്തും ഹനുമാൻ റബ്ബിംഗ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ ആ സ്കിന്നിനെ മോർ സെൻസിറ്റീവ് ആക്കാറുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ചെറിയ ലിവിങ് ഫൈബേഴ്സ്, അതൊക്കെ കേപ്പബിൾ ഓഫ് ഹീവിംഗ് ആണ്. അതെല്ലാം ഒരു മെഡിസിനൽ പവർ, ഒരു ഹോൾ ബോഡി, ആ വൈറ്റൽ ഫോഴ്സിനെ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ ഒരു ഓക്സിലറി മെഷർ അഡീഷണൽ മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് സഹായിക്കാം. മരുന്നും മന്ത്രവും എല്ലാം സഹായിക്കും പറയത്തില്ലേ, അതുപോലെ. നെക്സ്റ്റ് കണ്ടീഷൻസോട് പോകാം. ആൻജൈന പെക്ടോറിസ് എന്ന് പറയും. ആൻജൈന പെക്ടോറിസ്. സോ ആൻജൈന പെക്ടോറിസ് ഒരു ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു അറ്റാക്ക് വരുന്ന ടൈം മാത്രം നമ്മുടെ രണ്ട് ഫീറ്റും നമുക്ക് ഒരു ഹോട്ട് വാട്ടറിനകത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ അറ്റാക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നുണ്ട് നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. സൗണ്ട് കുറവാണോ എന്നൊരു സംശയം. ഹലോ മാഡം, കേൾക്കാവോ? ഹലോ. സൗണ്ട് കുറച്ച് കുറവാണ്. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കുറച്ച് വ്യത്യാസമുണ്ട്, നോക്കട്ടെ. കുറച്ചും കൂടി. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ പുറകെ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. കുറച്ചും കൂടെ ഉറക്കെ പറഞ്ഞാൽ നല്ലായിരുന്നു. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കാവോ? അല്ല, കുറഞ്ഞു വന്നേത്. ഇപ്പൊ ഓക്കെ ആണോ മേഡം? കേൾക്കാവോ? ഇല്ല, കുറവാണ്. മൈക്കിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതിയായിരിക്കും. ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ സൗണ്ട് ഇപ്പൊ തീരെ കുറഞ്ഞു പോയി. ഹലോ, കേൾക്കാവോ മേഡം? കേൾക്കാം, പക്ഷെ കുറവ് തന്നെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. മേഡം ഇപ്പൊ കേൾക്കാവോ? കറക്റ്റ് ആയി കേൾക്കാവോ? ഇപ്പൊ നന്നായി കേൾക്കാം. ഓക്കെ, കേൾക്കാമല്ലോ. കാരണം ഓക്കെ, സോറി. സോ ഒരു അറ്റാക്ക് ടൈമിന്റെ അകത്ത് പേഷ്യൻസിന്റെ രണ്ട് പാദം, ഫീറ്റ് നമുക്കൊരു ഹോട്ട് ബാത്തിനകത്ത് വെക്കാം. അതനുസരിച്ച് നമുക്ക് ആ പേഷ്യൻസിന് ഹാൻഡ് അല്ല, ഫീറ്റ് രണ്ട് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം.
റബ്ബ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് പേഷ്യൻസിന് തന്നെ ഇതിൽ ഹോട്ട് വാട്ടർ ബാഗിൻ്റെ അകത്ത് ആ ഹോട്ട് വാട്ടർ ബാത്തിനകത്ത് തന്നെ നമുക്ക് റബ്ബ് ചെയ്യും ചെയ്യാം. സോ ഇതൊക്കെ ഒരു ഓൾഡ് സോർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഹോട്ട് ഫോമന്റേഷൻസ് വെക്കാം. എവിടെ? ചെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കാർഡിയക് ഏരിയയിൽ വെക്കാം. പിന്നെ ഹോട്ട് സോൾട്ട്, ബാഗ് ഓഫ് ഹോട്ട് സോൾട്ട്. ഇപ്പൊ ബാഗ് ഓഫ് ഹോട്ട് സോൾട്ട് ഒന്നും ഇല്ല. അതിന് പകരം റെഡിമെയ്ഡ് ഹോട്ട് സോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അതിന്റെ പേരാണ് സ്പാ സാൾട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴത്തെ ഈ ബാഗ് ആയിട്ട് കിട്ടാറുണ്ട് സ്പാ സാൾട്ട് അറ്റ് ദ റീജിയൻ ഓഫ് ഹാർട്ട്. ആ ഹാർട്ടിന്റെ ആ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാം. അതുപോലെ അനാവശ്യമായിട്ടുള്ള എക്സൈറ്റ്മെന്റ്, ഓവർ എക്സൈറ്റ്മെന്റ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഓവർ എക്സൈറ്റ്മെന്റ്, ഇതെല്ലാം ആൻജൈന പെക്ടോറിയസ് ഉള്ള പേഷ്യൻസിനോട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയണം. ഒരു സന്തോഷവും ദുഃഖവും എമോഷൻസ് എല്ലാം യാതൊന്നും നമ്മൾ അത് അബ്സോർവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി നമ്മൾ അത് അബ്സോർവ് ചെയ്യാൻ നിൽക്കുക. അതുപോലെ തന്നെ അർദ്ധരാത്രി സമയം തെറ്റിച്ചുള്ള ഭക്ഷണം കഴിപ്പ്, അനാവശ്യമായിട്ടുള്ള സമയത്തിൽ അനാവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുക, ഇതെല്ലാം ഒഴിവാക്കാൻ നിൽക്കുക. അത് ഫുഡായിരുന്നാലും ഡ്രിങ്ക്സ് ആയിരുന്നാലും യൂസേജ് ഓഫ് ടൊബാക്കോ, സ്മോക്കിംഗ്, വാട്ട് എവർ മേ ബി, ഏതായിരുന്നാലും ഇതും നമുക്കൊരു ഓക്സിലറി മെഷേഴ്സിനകത്ത് ആൻജൈന പെക്ടോറിയസിനകത്ത് പറയാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പലരും ആൻജൈന പെക്ടോറിയസ് കേസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഏറ്റവും നല്ല സൂട്ടബിൾ മെഡിസിൻസ് നിങ്ങൾക്ക് എപ്പോഴും നന്നായിട്ട് നിൽക്കുന്ന ഒരു മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചോളൂ, എന്റെ പ്രൈവറ്റ് പ്രാക്ടീസിനകത്ത് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരേ ഒരു മെഡിസിൻ അമൈൽ നൈട്രോസം 30. ഒരു ഷാർപ്പ് പെയിൻ ഇൻ കാർഡിയാക് റീജിയൻസിനകത്ത് നമുക്ക് നല്ല ഒരു ഇറിറ്റേഷൻ കിട്ടും. എന്റെ പല പേഷ്യൻസും ഒരു ഇൻഹലേഷൻ പോലെ ഒരു കോട്ടൺ സ്വാബിൽ 30 പൊട്ടൻസി ഒരു ഡ്രോപ്പ് ചെയ്ത് അതിനെ ഇൻഹേൽ ചെയ്ത് പറയുന്നു. അതിനെ സർവേ ചെയ്ത് എടുത്തു കൊണ്ടുവന്ന ഒത്തിരി ഫിസിഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എമർജൻസി മെഡിസിൻ കിറ്റിനകത്ത് അക്കോണൈറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് അമൈൽ നൈട്രോസം 30 ആണ്. ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലും എന്റെ ഫാദർ ഇൻ ലോ വീട്ടിലും എന്റെ അമ്മൂമ്മയുടെ വീട്ടിലും ഞാൻ ആ 3 മെഡിസിനും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അത്യാവശ്യം വരുന്നുള്ള അറിയില്ല, ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് അമൈൽ നൈട്രോസം 30. ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ ഒരു സാധനമാണ് വോമിറ്റിംഗ്. ഇന്നത് കൊണ്ട് തന്നെ വോമിറ്റിംഗ് വരണം നിർബന്ധമില്ല. അതിപ്പോ ഹെമറ്റമിസിസ് കൊണ്ടുള്ള വോമിറ്റിംഗ് ആയിരുന്നാലും നോർമൽ ഫുഡ് വോമിറ്റിംഗ് ആയിരുന്നാലും ഏതായിരുന്നാലും വോമിറ്റിങ്ങിന് എപ്പോഴും ഏറ്റവും നന്നായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പേഷ്യന്റ് ഹെഡ് ലോ ആയിട്ട് കാല് രണ്ടും മുകളിലോട്ട് പൊക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിന് പുറമെ ആ നമ്മുടെ രണ്ട് കൈകളുടെ സുപ്പൈൻ പൊസിഷനിൽ പ്രോൺ പൊസിഷനിൽ നമ്മുടെ അബ്ഡോമനോട് ചേർന്ന് നിൽക്കുക. പാം ഷുഡ് ഫേസ് ടുവേർഡ്സ് ദി അബ്ഡോമൻ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഡ്രൈ ഫ്രിക്ഷൻ റബ്ബിങ് കൊടുക്കുക. അബ്ഡോമൻ ഏരിയയിൽ ചെറിയ ഒരു ഡ്രൈ ഒരു മൈൽഡ് ആയിട്ട് ഒരു ഫ്രിക്ഷൻ റബ്ബിങ് നമുക്ക് കൊടുക്കാം. ഇതിന് പുറമെ കൂടുതൽ പെയിൻ, വോമിറ്റിംഗ്, അതിന്റെ കൂടെ കോളിക് പെയിൻ വരുന്നുണ്ടെങ്കിൽ ഹോട്ട് ഫോമന്റേഷൻസ് കൊടുക്കാം. വോമിറ്റിംഗിന്റെ ടെൻഡൻസിക്ക് മുന്നേ ഉള്ള, അതായത് നോസിയേറ്റിംഗ് ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കപ്പ്, മാക്സിമം കൂടിപ്പോയാൽ 250 അല്ലെങ്കിൽ 200 ml ഓഫ് സാൾട്ട് വാട്ടർ. ഈ സാൾട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ സാൾട്ട് എങ്കിലും മിനിമം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ വാട്ടർ ചെറുതായിട്ടൊന്ന് എൻഗൾഫ് ചെയ്താൽ മതി. ആ ഒരു ഇറിറ്റേഷൻ കാരണം ആ കംപ്ലീറ്റ് വോമിറ്റേഴ്സും നിങ്ങൾക്ക് പുറത്തോട്ട് വരാം. ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു എനി ഫുഡ് പാർട്ടിക്കിൾസ്, എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് കാരണമാണ്, അബ്നോർമൽ ഫുഡ് പാർട്ടിക്കിൾസ് കാരണമാണ് നിങ്ങളുടെ വോമിറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ മാത്രം. ഇൻ സം കേസസ് ഓൾഡർ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾഡ് എഡിഷൻസ് ഓഫ് കുറേ തെറാപ്യൂട്ടിക്സ് ബുക്സിനകത്ത് അവർ കുറച്ച് ഫിസിഷ്യൻസ് പറഞ്ഞിട്ടുള്ളത് ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക്, a single piece of garlic that should be kept under the tongue will induce the vomiting അല്ലെങ്കിൽ will reduce the nauseating feeling also. ഇതൊക്കെ ഒരു ഹോം പ്രഷർ ട്രീറ്റ്മെന്റ് പോലെയാണ്. ഇവിടുത്തെ നെയ്യാറ്റങ്കരയിൽ നിന്ന് എനിക്കൊരു പേഷ്യന്റ് വിളിക്കാറുണ്ട്. പുള്ളി ഏത് രാത്രി ആയിരുന്നാലും എന്ത് എമർജൻസി ഉണ്ടായിരുന്നാലും എന്നെ വിളിക്കത്തുള്ളൂ. പുള്ളിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നല്ലോ, ഹോമിയോനോടും വിശ്വാസമുണ്ട്, എന്നോടും വിശ്വാസമുണ്ട്. എനിക്കറിയാം സാർ ഇപ്പൊ കിടക്കുകയാണ്. എപ്പോ രാത്രി വിളിച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ പോലെ എനിക്ക് തരാറുണ്ട്. എന്നാലും സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല,
എനിക്കൊന്ന് ഒരു മാനേജ്മെന്റ് പറഞ്ഞു തരണം. ഒരു ചെറിയ മാനേജ്മെന്റ്. ഈ സമയത്ത് ഹോമിയോ മെഡിക്കൽ സ്റ്റോറോ ഒന്നും കാണത്തില്ല എന്നറിയാം. സാറിന്റെ ഒരു മാനേജ്മെന്റ് പറയുമ്പോൾ ഒന്ന് ശരിയായിക്കോ, സാർ ഒന്ന് പറഞ്ഞു തരും. മിക്കവാറും ചെറിയ കടന്തൽ പൊട്ടിയെന്നോ അല്ലെങ്കിൽ കുട്ടി റബ്ബർ എടുത്ത് വിഴുങ്ങിയെന്നോ പെട്ടെന്ന് ഡ്രഗ് അലർജി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പുള്ളി എന്നെ വിളിക്കാറുണ്ട്, എല്ലാം സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. ഞാൻ ഈ ഇവരെയൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഈ ഓക്സിലറി മെഷേഴ്സ് ഒക്കെ പലതിന്റെയും ഞാൻ പഠിച്ചു വെക്കാറുണ്ട്. ഇയാളെന്ത് ഡോക്ടർ, ഇതൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു ചീത്തപ്പേര് നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ബട്ട് ഇതിൻ്റെ അകത്ത് ഗാർലിക് പൗഡർ അതിന്റെ റിസൾട്ട്സ് ഉണ്ടാക്കുമോ എന്നുള്ളത് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ പല കേസുകളിലും പല ഫിസീഷ്യൻസും കൊടുത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന ഓരോരോ പോയിന്റ്സ് ചേർത്താണ് ഇന്ന് ഈ പ്രസന്റേഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സം ഫിസിഷ്യൻ വിൽ സേ ദാറ്റ് ഹോട്ട് വാട്ടർ, വളരെ ചെറിയ കുറച്ച് ഹോട്ട് വാട്ടർ സിപ്പ് ചെയ്ത് കുടിക്കുക, ഒറ്റയടിക്ക് എൻഗൾഫ് ചെയ്യാതെ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ വൊമിറ്റിങ്ങിന്റെ ഒരു ടെൻഡൻസി മാറും. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു പോയ്സണിങ് കൊണ്ടാണ് വൊമിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുഡ് പോയ്സണിങ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് പോയ്സണിങ് ആകാം, അറിയാതെ വേറെ എന്തെങ്കിലും ബാറ്ററി വെള്ളം കുടിച്ച കേസ് ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാതെ ബാറ്ററി വെള്ളം കുടിച്ചിട്ട് പോയി ഹൈഡ്രോക്ലോറിക് ആസിഡ് കുടിച്ച് വോമിറ്റിംഗ് ഉള്ള ടെൻഡൻസി ഉണ്ടാകുന്നു, പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു, സാർ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കേസിന് ഒരു മാക്സിമം 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴും ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്റ്റൊമക് വാഷ് കൊടുത്തേ പറ്റുള്ളൂ. അതിനൊരു പ്രോപ്പർ ഒരു എമർജൻസി വാർഡിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ റെഫറൻസ് വിട്ടേ പറ്റൂ. ആ വൊമിറ്റിങ്സ് ഒന്നും നമ്മൾ ഓക്സിജൻ മെഷീൻസിന് കൊടുത്ത് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, എപ്പോഴും ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം, വൊമിറ്റിംഗ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു സം ടൈംസ് ആഫ്റ്റർ നെക്സ്റ്റ് വൊമിറ്റിങ്സിന് നല്ല ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്, ഇല്ല ഇനി വൊമിറ്റിംഗ് ഒന്നും ഇല്ല എന്നറിയുമ്പോൾ ഫുഡ് അധികം എടുക്കാൻ പാടില്ല. അത് പേഷ്യന്റിനോട് പ്രത്യേകിച്ച് പറയണം. ലെറ്റ് സ്റ്റൊമക് റെസ്റ്റ്, അതാണ് എൻ്റെ പോയിന്റ്. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട്, വൊമിറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് സ്റ്റൊമക് റെസ്റ്റ്. അയ്യോ വൊമിറ്റിംഗ് കഴിഞ്ഞു പോയി, ഇനി വയറ്റിലൊന്നുമില്ല, അത് കാരണം നമ്മളെ ഈ ഭൂമിയിൽ വിട്ട് ആരും ഓട്ടിച്ചുവിടാനൊന്നും പോകുന്നില്ല, നമുക്കിവിടെ തന്നെയാണ് സ്വന്തം. അതുകൊണ്ട് അവിടെ സ്റ്റൊമക്കിന് അങ്ങ് റെസ്റ്റ് എടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ, വളരെ പറ്റുന്നുണ്ടെങ്കിൽ ബാർലി വെള്ളം, ചെറിയ കഞ്ഞിവെള്ളം, വലിയ കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളം, കുറച്ച് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ ഉപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ അതും വേണ്ട, നല്ല കുറച്ച് ഡൈലൂട്ട് ചെയ്ത്, പിന്നെ ചെറിയ ഇളം ചൂടുള്ള പാല്, പശുവും പാലൊക്കെ മതിയാവും. ഇതെല്ലാം നല്ലതാണ്. ഒരു സോളിഡ് ഫുഡും പേഷ്യന്റ് ഓക്കെ ആയി എന്നറിയുന്നത് വരെ ഒരു സോളിഡ് ഫുഡ്സും അഡ്വൈസ് ചെയ്യാൻ പാടില്ല വൊമിറ്റിംഗ് കേസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എല്ലാവർക്കും അറിയാം, ഒരുവിധ എല്ലാ ഡോക്ടേഴ്സും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും ആർത്രൈറ്റിസ്. റുമാറ്റഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെ എത്ര ടൈപ്സ് ഉണ്ടായിരുന്നെങ്കിലും ആർത്രൈറ്റിസ് പോലത്തെ ഒരു ഡിസീസ് കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു കഴിവ് തന്നെ വേണം. കാരണം നമ്മൾ ഒന്ന് പറയും, പേഷ്യൻസ് വേറെ ഒന്ന് ചെയ്യും, അസുഖം അതിനേക്കാളും വേറെ എന്തെങ്കിലും ഒരു ഫേസിൽ കൊണ്ടെത്തിക്കും. അതാണ് എപ്പോഴും ആർത്രൈറ്റിസിന് ഉണ്ടാകുന്ന വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, നൗ ആർത്രൈറ്റിസിന്റെ ഓക്സിലറി മെഷേഴ്സ് എപ്പോഴും കാലില് എണ്ണ പുരട്ടുക. ഒരുവിധപ്പെട്ട പേഷ്യൻസ് നമ്മൾ ആർണിക് ഓയിൽ, ഡസ്റ്റോക്സ് ഓയിൽ, ലെഡം ഓയിൽ, ക്യാംഫർ ഓയിൽ, ഏത് ഓയിൽ കൊടുത്തിരുന്നാലും പേഷ്യൻസിന് പലർക്കും പല റൂറൽ ഏരിയസിൽ, കേരളത്തിലുള്ള പല റൂറൽ ഏരിയസിലുള്ള പേഷ്യൻസിനും എന്നും ഫേമസ് എന്ന് പറയുന്നത് മുറിവെണ്ണ. മുറിവെണ്ണ ഇടുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ മുറിവെണ്ണ ഇടുന്നതിന് ഒരു പൊസിഷൻ ഉണ്ട്. ലിംബ് എലിവേറ്റ് ചെയ്ത് വെച്ച് വേണം എണ്ണ ഇടാൻ. പേഷ്യൻസിന് മിക്കവാറും എണ്ണ പേഷ്യൻസിന് സ്വന്തമായിട്ട് ഇടാൻ മടിയുള്ള അപ്പൂപ്പന്മാര് കൊച്ചുമക്കളോട് പറയാറുണ്ട്, പുള്ളി സീറ്റി ഹായായിട്ടിരിക്കും, മുട്ടിൽ എണ്ണ ഇട്, മോളെ എണ്ണ ഇട്ട് താ എന്ന് പറഞ്ഞ് പുള്ളി താഴെ കട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ ചെയറിലിരുന്ന് താഴെ ലിംബ് തൂക്കിയാണ് ഇട്ടേക്കുന്നത്. അത് പറ്റില്ല. ഞാനിതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ലിംബ് എലിവേറ്റ് ചെയ്ത് വെച്ച് സ്ട്രെയിറ്റ് പൊസിഷനിൽ വെച്ചിരുന്ന് തന്നെ എണ്ണ ഇടാൻ പറയും. ഇത് പേഷ്യന്റിനോട് പറയുമ്പോൾ പേഷ്യന്റ്, ഓ അങ്ങനെ ഉണ്ടോ ഡോക്ടറെ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ പറയും ഉണ്ട്, അങ്ങനെ ഉണ്ട്. ആ ഇടുന്നതിന്റെ എന്താണ് അതിന്റെ സയന്റിഫിക് അപ്രോച്ച് എന്നുള്ളത് എനിക്ക് തീർത്തും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞ, ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഓക്സിലറി മെഷേഴ്സ് കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു സെക്ഷൻ ഭംഗിയാക്കണം. നിങ്ങളുടെ സഹായം എനിക്ക് വേണം. നമുക്ക് എന്തായാലും വരും, നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുന്നേ ഈ ലിംബ് എലിവേറ്റ് ചെയ്ത്
ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ അപ്ലൈ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഓയിൽ റിസൾട്ട് ഇല്ല എന്നവർക്ക് ഹോട്ട് വാട്ടർ കംപ്രസ് പാർട്സ് കൊടുക്കണം. ഹോട്ട് വാട്ടർ കംപ്രസ്. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല ചൂട് വേണം അതിന്. ചെറിയ ഒരു ഇളം ചൂടിനൊന്നും അത് ആ പെയിൻ, ആർത്രൈറ്റിക്സ് പെയിൻ അത്ര പെട്ടെന്ന് നിന്നും വരത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടി ടവൽ, അത് നല്ല ചൂടുവെള്ളത്തിൽ മുക്കി wrap ചെയ്യാം. ആ ടവലിൽ തന്നെ, ആ ടവലിൽ ഡിപ്പ് ചെയ്ത് ഒഴിക്കുന്ന ആ വെള്ളത്തിനകത്ത് ആർണിക്ക ടിഞ്ചർ മിക്സ് ചെയ്യാൻ പറയുന്ന ഫിസിഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാടുള്ളൊരു സാറൊക്കെ ഉണ്ട്. സാറിന്റെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പാലക്കാടിലൊരു സാറുണ്ട്. സാർ അതിൽ ആർണിക്ക ടിഞ്ചർ, റസ്റ്റോക്സ് ടിഞ്ചർ ഒക്കെ ആ ഹോട്ട് ഫോർമെന്റേഷൻസ് ഉപയോഗിക്കുന്ന വാട്ടറിന് ആ അക്വനകത്ത് 10 to 20 ഡ്രോപ്സിന് റസ്റ്റോക്സ് ടിഞ്ചർ ഒഴിച്ച് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറയുന്ന എത്രയോ ഫിസിഷ്യൻസ് എനിക്ക്. അതിൽ ഒരാണ് പാലക്കാടുള്ള ഒരു സാറാണ്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ആർണിക്ക, റസ്റ്റോക്സ്, ലെഡം ടിഞ്ചർ ഒക്കെ ആ കൺസേൺഡ് ആർത്രൈറ്റിസ് കേസസിന്റെ ഇൻഡിക്കേഷൻ ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ കയ്യിൽ സറോഗേറ്റ്സ് ഒരു തരത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മിക്കവാറുള്ള ഇൻ ജനറേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സാർ എന്റെ കയ്യിൽ ആർണിക്ക 30 ഇല്ലായിരുന്നു, ഞാൻ അതുകൊണ്ട് ആർണിക്ക എന്റെ കയ്യിൽ 200 ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട്, കേസ് വഷളായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഈ സറോഗേറ്റ്സിന്റെ പ്രശ്നമാണ്. ആർണിക്ക ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ആർണിക്ക ഓയിൽ കൊടുത്തോളാം. റസ്റ്റോക്സ് ഓയിൽ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ റസ്റ്റോക്സ് ഓയിൽ കൊടുക്കുക. ലെഡം ഓയിൽ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ലെഡം ഓയിൽ കൊടുക്കുക. ഇത് മൂന്നും ഇൻഡിക്കേറ്റഡ് ആണല്ല എന്നുണ്ടെങ്കിൽ അതാ ബ്രാൻഡിലുള്ള ഓരോരോ പാറ്റേൺ ഓയിൽസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഈ ഹോട്ട് ഫോർമെന്റേഷൻസിനും വാം ഫോർമെന്റേഷൻസും എൻറ്റയർലി വളരെ ഡിഫറെന്റ് ആണ്. മൈൽഡ് പെയിൻ ഉണ്ട്, എല്ലാ ദിവസവും ആ പെയിൻ ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാം ഫോർമെന്റേഷൻസ് ഇനഫ് ആണ്. സഡൻ ആയിട്ടുണ്ടാവുന്ന ആർത്രൈറ്റിസ്, ഇന്നും ഇന്നലെയൊക്കെ സിവിയർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ട് ഫോർമെന്റേഷൻസ് വളരെ നന്നായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കോളിക്കിലോട്ട് പോകാം. കോളിക്, ദാറ്റ് ഈസ് കോൾഡ് അബ്ഡോമിനൽ കോളിക്. യൂഷ്വലി അബ്ഡോമിനൽ കോളിക് ഒത്തിരി ഡിസീസ് കണ്ടീഷൻസിനെ കണക്ട് ചെയ്ത് വരുന്നതാണ് കോളിക്. കോളിക് ഇൻ ഇൻഫൻസ് ഉണ്ടാവാറുണ്ട്, കോളിക് ഇൻ അഡോളസൻസ് ഉണ്ടാകും, കോളിക് ഇൻ അഡൽട്സ് ഉണ്ടാകും, കോളിക് ഇൻ ജീറിയാട്രിക്സ് ഉണ്ടാകും. 4 പേർക്ക് 4 തരത്തിലുള്ളത്. ആദ്യത്തെ ഒരാൾ ഒഴിച്ച്, കോളിക് ഇൻ ഇൻഫൻസ് ഒഴിച്ച് ബാക്കി 3 പേരുടേത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും, കണ്ടുപിടിക്കാനും പറ്റും. ഒന്നുമില്ലെങ്കിൽ ഇവർ വാ തുറന്ന് പറയും. പക്ഷെ കൊച്ചുകുട്ടികളുടെ കോളിക് ഇൻ ഇൻഫൻസ് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവിടെ മെഡിസിൻസ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേപ്പ് വാട്ടർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓക്സിലറി മെഷർമെന്റ്. ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളുടെ മൂത്ത മോക്ക് ഞാൻ ഗ്രേപ്പ് വാട്ടറിന്റെ കമ്പനി തന്നെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഗ്രേപ്പ് വാട്ടർ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സിംറ്റം എന്ന് പോലും നമുക്കും അറിയില്ല. അത് ഓരോ തവണ കരയുമ്പോഴും ചെമ്മമില്ലയാണോ, അക്വണൈറ്റ് ആണോ, ആർസാൽബാണോ, മാക്കാർബാണോ, ദിവസവും വയറുവേദനയായിരുന്നു. പക്ഷെ എനിക്ക് എന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ടോട്ടാലിറ്റി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നോട് ചോദിക്കാതെ അവൾ സ്ഥിരമായിട്ട് ഗ്രേപ്പ് വാട്ടർ കൊടുക്കാറുണ്ട്. ഗ്രേപ്പ് വാട്ടർ കൊടുക്കും, അവർക്ക് ഉറങ്ങാം, കൊച്ചിനും ഉറങ്ങാം. പക്ഷെ ഹാഫ് ആൻ അവർ 1 അവർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിന്റെ ആവശ്യം വരാറുണ്ട്. ഓക്കെ. കോളിക്, ഇൻഫൻസ് ഓഫ് കോളിക്, അക്വണൈറ്റ്, ബെലഡോണ, കൽക്കേരിയ കാർബ്, ചമമില്ല, ചൈന, അവരാട്രാൽബ്, മാക്ഫോസ്, ഇതുപോലത്തെ പല മെഡിസിൻസും ഇൻഡിക്കേറ്റഡ് ഉണ്ടെങ്കിലും അനിസം സ്റ്റിലിംഗ എന്ന് പറഞ്ഞൊരു മെഡിസിൻ കേട്ടിട്ടുണ്ടാവും. അനിസം, ANISUM, അനിസം സ്റ്റിലിംഗ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി. മാഡം, ഒരു ഹലോ. ക്ലിയർ ഡോക്ടറെ ആരോ എന്തോന്ന് പറഞ്ഞു, അത് പിന്നെ കേട്ടില്ല. കുഴപ്പമില്ല. ഓക്കെ. അതില് മെഡിസിന്റെ പേര് അനിസം, ANISUM, അനിസം സ്റ്റിലിംഗ. വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ്. അതിന്റെ 3 months ബെല്ലി ഏക്കും തന്നെയാണ് ആ ബുക്ക് സ്റ്റേറ്റ്മെന്റ് അടുത്തുണ്ടാകുന്നത്. 3 മാസത്തെ വയറുവേദന, 3 മാസം ഉള്ള കുട്ടികൾക്കുള്ള വയറുവേദനയും പറയും. 3 മാസം കണ്ടിന്യൂസ് ഉള്ള വയറുവേദന അല്ല, 3 മാസത്തിലുള്ള വയറുവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മെഡിസിൻ ആണ് ഈ അനിസം സ്റ്റെല്ല. അത്രയും അബ്ഡോമൽ ഡിസ്റ്റൻഷൻസിനും അതിന്റെ കൂടെ റംബ്ലിംഗ് ഇൻ ബവൽസും ഉള്ള കേസസിനൊക്കെ ഈ അബ്ഡോമൽ കോളിക് നമുക്ക് ഈ മെഡിസിൻ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് ആണ്. ഇതിലെ ഫസ്റ്റ് കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഹാൻഡ് റബ്ബിംഗ്.
ഹാൻഡ് റബ്ബിംഗ് വെച്ച് എങ്ങനെ നമുക്ക് ഈ കോളിക് മാറ്റാൻ പറ്റും എന്നുള്ളത് ഉള്ള ചോദ്യമല്ല. ശരിക്കും ഹാൻഡ് റബ്ബിങ്ങിൽ നമുക്കൊരു ഹീറ്റ് ഫോർമേഷൻസ് കിട്ടും. ഒരു ചെറിയ ഒരു ഹീറ്റ്, ഒരു വാംത്ത്. ആ വാംത്ത് അതങ്ങനെ ആ കൊച്ചിന്റെ അബ്ഡോമൻ, ആ ഇൻഫൻസിന്റെ കോളിക് ഏരിയയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഒരു ആശ്വാസം ഉണ്ടാവാറുണ്ട്. ആ ആശ്വാസം നല്ലതാണ്. എപ്പോഴും അത് നല്ലത് ഉണ്ടാക്കാറുള്ളൂ. ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ട് സോൾട്ട് ബാഗ് അല്ലെങ്കിൽ ബാഗ് ഓഫ് ഹോട്ട് സോൾട്ട്, അതായത് ഞാൻ പറഞ്ഞ ഈ സാധനം ഇപ്പൊ അത് സ്പാ സാൾട്ട് എന്ന് പറഞ്ഞ് കിട്ടാറുണ്ട്. ഓക്കെ. ഇതിന്റെ കൂടെ ഹോട്ട് വാട്ടർ ബാഗ് നമ്മുടെ കയ്യിൽ പലരും നമുക്ക് പേഷ്യൻസ് വേണേ പറ്റും. ഹോട്ട് വാട്ടർ ബാഗ് ഇപ്പോ ഓരോരോ സൈസിൽ ഇറങ്ങാറുണ്ട്. അബ്ഡോമിനൽ ബെല്ലിക്ക് വെക്കുന്ന സൈസ്, അഡോലസൻസ് ബാഗ് ഉണ്ട്, പീഡിയാട്രിക് ഇതൊക്കെ ഇതുപോലെയൊക്കെയുള്ളതൊക്കെ പീഡിയാട്രിക് ബാഗ് പോലെ വളരെ ചെറുതായിട്ടൊക്കെ കിട്ടാറുണ്ട്. പീഡിയാട്രിക് ഹോട്ട് വാട്ടർ ബാഗ്, പിന്നെ ബാക്ക് പെയിൻ ഉള്ള ഹോട്ട് വാട്ടർ ബാഗ്, അങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ ബൗവൽസ് ഒക്കെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടാണ് ഇവിടെ കോളിക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എനിമ സപ്പോസ്ട്രീസ് യൂസ് ചെയ്യാം. ഓൾഡ് സ്കൂൾ ഓഫ് ട്രീറ്റ്മെന്റിലൊക്കെ ഇഞ്ചക്ഷൻസ് ഓഫ് വാം വാട്ടർ ഒക്കെ കൊടുക്കാറ്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നീഡിൽ ഇല്ലാതെ ഇഞ്ചക്ഷൻ ക്യാപ് ആ നോബ് വെച്ച് മാത്രം വാം വാട്ടർ റെക്ടം ഏരിയൽ വഴി ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം അവ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ആകുമ്പോൾ ഈ അബ്ഡോമൽ കോളിക് മാറ്റിയെടുക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. Now ഇതിനെ കണക്ട് ചെയ്ത് തന്നെ നമുക്കൊരു നെക്സ്റ്റ് ഒരു സ്ലൈഡ് നോക്കുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ നമുക്കറിയാം മലബന്ധം ഒരുവിധം എല്ലാവരും ഒരു മാസം ഒരു തവണയെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. സോ ഈ കോൺസ്റ്റിപ്പേഷൻ കേസസിനകത്ത് യൂഷ്വലി നമുക്ക് ഹോമിയോ ഡോക്ടേഴ്സിന് അതൊരു വലിയ ടാർഗറ്റ് ആണ്. മെഡിസിൻസ് എപ്പോഴും സോർട്ട് ഔട്ട് ചെയ്ത് വരത്തില്ല. നമുക്കറിയാന്നുള്ള കൽക്കേരിയ കാർബ്, ബ്രയോണിയ, നക്സോമിക്ക, ഒപ്പിയം, ഗ്രഫൈറ്റിസ്, പ്ലാറ്റിനം, ഇഗ്നേഷ്യ, പിന്നെ മെഗ്നീഷ്യ മൂർ എന്നുപോലത്തെ മെഡിസിൻസ് അല്ലാതെ തന്നെ എപ്പിസ് മെലിഫിക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു കേസ് ഒക്കെ ഞാൻ എപ്പിസ് മെലിഫിക്ക കൊടുത്ത് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഒരു സെൻസേഷൻ വെച്ചാണ്. സെൻസേഷൻ ആസ് ഇഫ് സംതിങ് വുഡ് ബ്രേക്ക് ഇഫ് വിത്ത് മച്ച് എഫോർട്ട് that was made to void the stool. എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ച് അങ്ങ് പോകണം, എന്നാൽ ആ സ്റ്റൂൾ പാസ് ചെയ്ത് പോകും. എന്റെ റെക്ടം ഏരിയ അതിലൊരു പടക്കം വിട്ട് പൊട്ടിച്ചാണെങ്കിൽ അങ്ങനെ ഒരു സെൻസേഷൻ പേഷ്യന്റ് പറഞ്ഞ് എപ്പിസ് മെലിഫിക്ക 200 കൊടുത്ത് അറൗണ്ട് ഒരു 2 വർഷമായിട്ടുണ്ടാകുന്ന ഒരു കോൺസ്റ്റിപ്പേഷൻ കേസസ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു. സോ ഒരു കോൺസ്റ്റിപ്പേഷൻ കേസ് ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. നമുക്ക് മെഡിസിൻസ് കൊടുത്തതിന് പുറമെ തന്നെ സ്വാഭാവികം നമ്മൾ തന്നെ ഒരു ഓക്സിലറി മെഷീൻ നമ്മൾ പറഞ്ഞു പോകും. വെള്ളം കുടിക്കുക, ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഫൈബർ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ നിൽക്കുക, ഹെവി ആയിട്ട് കഴിക്കാൻ നിൽക്കരുത്, തീരെ കുറച്ച് കഴിക്കാൻ പാടില്ല. ഇങ്ങനത്തെ പല മാനേജ്മെന്റ് പറഞ്ഞാലും ഇതിന്റെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് മാനേജ്മെന്റ് ഈസ് ടു റിലീവ് കോൺസ്റ്റിപ്പേഷൻ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ്. ഈ റിലീവ് കോൺസ്റ്റിപ്പേഷന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു സാധനം പറയുന്നത് നീഡിങ് അബ്ഡോമൻ. സോറി, ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. നീഡിങ് അബ്ഡോമൻ, KNEADING. നീഡിങ് അബ്ഡോമൻ എന്ന് പറയുന്നത് കാല് രണ്ടും അകൽത്തി വെച്ച് നമുക്കൊരു ചെയറിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ ഇരുന്നതിന് ശേഷം രണ്ട് ഫിസ്റ്റും അബ്ഡോമന്റെ രണ്ട് സൈഡിലും, അതായത് എക്സാക്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ലംബാർ റീജിയനിലോട്ട് പ്രസ് ചെയ്ത് അംബ്ലിക്കസിന്റെ സെൻട്രൽ വരെ നമുക്ക് ആ പ്രസ് ചെയ്യുമ്പോൾ, ഡെയിലി 2 സെറ്റ് പ്രസ് ചെയ്യുമ്പോൾ കോൺസ്റ്റിപ്പേഷൻസിന്റെ ഒരു ഹാർഡ് സ്റ്റൂൾ, ആ ഒരു ഹാർഡ് സ്റ്റൂൾ കുറച്ചെങ്കിലും ഒന്ന് എവാക്യുവേറ്റ് പോവാൻ സഹായിക്കാറുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ചൈനീസ് മോഡ് ഓഫ് ട്രീറ്റ്മെന്റ്. ഈ ഒരു മാനേജ്മെന്റ് ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്, വളരെ റീസെന്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഒരു 6 monthsന് മുന്നേ. 6 monthsന്റെ മുന്നേ വരെ ഞാൻ പേഷ്യൻസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയതിന് ശേഷം അതിനെ ചെറുതായിട്ടൊന്ന് പിഴിയുക. നല്ലോണം ഒന്ന് കുറച്ച് അത്യാവശ്യം പറ്റുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ തന്നെ പിഴിയുക. പിഴിഞ്ഞ് കിട്ടുന്ന ഫസ്റ്റ് പാല് ഒരു സ്പൂണിലെടുത്ത് ചെറുതായിട്ടൊന്ന് ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം, ചൂട് മാറിയതിനു ശേഷം പേഷ്യൻസിനോട് കുടിക്കാൻ പറയുക. തലേന്ന് രാത്രി കുടിക്കാൻ പറയുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ഒരു എണ്ണ വിശപ്പ്
നിങ്ങളുടെ ഇൻഡസ്റ്റൈൻസിന്റെ മോട്ടിലിറ്റി ആക്ടിവിറ്റി കൂട്ടിയതിന് ശേഷം അവിടെ ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റൂൾസ് അടുത്ത ദിവസം രാവിലെ എവാക്യുവേറ്റ് ചെയ്ത് പോകാൻ സഹായിക്കാറുണ്ട്. ഇത് എന്നോട് ഒരു പഴയ ഒരു ഫിസിഷ്യൻ എനിക്കിത് പഠിപ്പിച്ചു തന്നതാണ്. ഒരു അലോപ്പതി ഡോക്ടറാണ്, പക്ഷെ അങ്ങനെ ഒരു മാനേജ്മെന്റ്, നല്ലൊരു ഓക്സിലറി മാനേജ്മെന്റ് ആണ്. ഞാനത് എൻ്റെ പേഷ്യൻസിനോട് കോൺസ്റ്റിപ്പേഷൻ ഈ മെഡിസിൻസ് കൊടുത്തും ഇല്ല റിസൾട്ട് കിട്ടുന്നില്ലെങ്കിലും കിട്ടിയാലും ഞാൻ ഇത് പറയാറുണ്ട്. പേഷ്യൻസ് പറയാം, സാർ അത് കൊടുക്കും, അത് കഴിച്ചതിന് ശേഷം കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്റെ മെഡിസിൻ കൊണ്ടാണോ ഈ തേങ്ങാപ്പാൽ കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഞാനത് പിന്നെ ചെക്ക് ചെയ്തു. തേങ്ങാപ്പാൽ മാത്രം എടുത്ത് കഴിക്കുന്ന നമുക്കും കിട്ടുമല്ലോ ഡമ്മികൾ, നമ്മുടെ വീട്ടിൽ തന്നെ കസിൻസിന്റെ പിള്ളേരൊക്കെ അങ്ങനെ കൊടുത്തു നോക്കി നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസവും രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നതും നോർമലി ഒരു യാതൊരു വ്യക്തിക്കും നല്ലതാണത്. ഹാർഡ് സ്റ്റൂൾസിനെ വളരെ സോഫ്റ്റ് ആക്കാനുള്ള ഒരു നല്ല ഒരു ഓക്സിലറി മെഷർമെന്റ്സ് ഉണ്ടാകാം. ബട്ട് ഇതിനകത്ത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ യാതൊരു ഡിസീസ് കണ്ടീഷൻസിന്റെ ഒരു സാന്നിധ്യം ഇതിനകത്ത് പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ള കേസസിനകത്ത് കോൺസ്റ്റിപ്പേഷൻ അതൊരു കോമൺ ഫാക്ടറാണ്. അപ്പൊ ആദ്യം നമ്മൾ ഹൈപ്പോതൈറോയിഡിസിനെ വേണം ട്രീറ്റ് ചെയ്യാൻ. അല്ലാതെ ആ സമയത്ത് എലിവേറ്റ് ആയി നിൽക്കുന്ന ഫിസിക്കൽ ജേർണൽസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കോൺസ്റ്റിപ്പേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഹൈപ്പോതൈറോയിഡിസിനകത്ത് കോൺസ്റ്റിപ്പേഷൻ ഈസ് എ കോമൺ സിംറ്റം. ഓക്കെ, അവിടെ തേങ്ങാപ്പാൽ നിൽക്കൂല, റബ്ബർ പാലും നിൽക്കത്തില്ല, എല്ലാം കണക്കാം. ഓക്കെ, നൗ ഇപ്പോ ചില പേഷ്യൻസ് പറയാറുണ്ട്, സ്റ്റൂൾസ് രക്തത്തിൽ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട് സാർ, പക്ഷെ അത് പുറത്ത് വരുന്നില്ല, ഞാൻ മെക്കാനിക്കലി അതിനെ അവോയ്ഡ് ചെയ്യാൻ എടുക്കട്ടെ. മെക്കാനിക്കലി അവോയ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ മെക്കാനിക്കലി അവോയ്ഡ്? അത് ഞാൻ ഫിംഗറിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നോട് ചോദിച്ച പേഷ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് പറ്റത്തില്ല. നാച്ചുറൽ പവേഴ്സ് അല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും നമ്മൾ മെക്കാനിക്കലി അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ എടുക്കാൻ പാടില്ല. ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ എടുക്കാൻ തോന്നിയാലും അത് എടുത്താലും നിങ്ങൾക്ക് കൽക്കേരിയ കാർബും സൈലീഷ്യ എന്നുള്ള മെഡിസിൻ എടുക്കാൻ പറ്റുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര ദിവസം നിങ്ങളത് തോണ്ടും? ഇന്ന് തോണ്ടും, നാളെ തോണ്ടും, മറ്റന്നാൾ തോണ്ടും, തരുമോ? ഇല്ല. സോ ഇവിടെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത ഉണ്ട്. ഫിംഗേഴ്സ് കാരണം അവിടെ ആബ്സസ് വരാൻ സാധ്യത ഉണ്ട്. ഫ്രിക്ഷൻ ഉണ്ടായ ആബ്സസ് വരാൻ സാധ്യത, ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പെരിയനൽ ആബ്സസ് വരാൻ വരെയുള്ള എല്ലാ ചാൻസസും ഇതിനകത്തുണ്ട്. സോ you can use scoop, ACOOP, scoop. It is one of a single ഒരു ചെറിയൊരു ഐസ്ക്രീം സ്കൂപ്പിന്റെ ഒരു സാധനമില്ലേ, അതുപോലത്തെ സ്കൂപ്പ് സാധനമുണ്ട്, സ്കൂപ്പ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അല്ല, ഇത് വെച്ച് നിങ്ങൾക്ക് മാനുവലി യൂസ് ചെയ്യാം. ബട്ട് ഇതൊക്കെ ഓൾഡ് സ്കൂൾ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഇതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഓക്സിലറി മെഷേഴ്സ് ആയിരുന്നു. ഇപ്പോ ആരും സ്കൂപ്പ് കഴിക്കാറില്ല. പകരം ഞാൻ പറഞ്ഞില്ലേ, ഫിംഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അവരാരും നമ്മളോടൊന്നും പറയണം നിർബന്ധമില്ല. ഞാൻ ഫിംഗർ ഇട്ട് എവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. മോഷൻ പോയില്ല എന്ന് പറയുമ്പം അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ. The next condition is tinea capitis. ടീനിയ ക്യാപിറ്റസ് നമുക്ക് കേസസ് ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്ത് രണ്ട് ദിവസമായിട്ടുള്ളൂ. ഇനി അതിന്റെ ഫർദർ റിസൾട്ട് ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സിംഗിൾ ഡോസ് ഓഫ് സോറിനെ കൊടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതൊരു കേസ് എടുത്തതിന് ശേഷം ഞാൻ കൊടുത്ത മെഡിസിൻ ആണ്. ബട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുന്ന കേസ്, ടീനിയ ക്യാപിറ്റസിനകത്തുള്ള കേസസ്, എൻ്റെ കോളേജിലെ ഒരു സിസ്റ്റർ ആയിരുന്നു. പുള്ളിക്ക് ഞാൻ കൊടുത്ത മെഡിസിൻ വയോല ട്രെക്കോളർ മെഡിസിൻസ് കൊടുത്തു. വിങ്ക മൈനർ ടിഞ്ചർ എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തപ്പോഴും എനിക്ക് ഒരു കേസ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കേസ് സ്റ്റാഫിസാഗ്രിയയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കേസ് ഞാൻ ഹെപ്പാർ സൾഫ് 0/6 നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. മെസീറിയം നല്ല റിസൾട്ട് ആയിരുന്നു. റെസ്റ്റോക്സിലും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഇതിനകത്തുള്ള ഓക്സിലറി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ മുടി എപ്പോഴും നമ്മൾ ട്രിം ചെയ്ത് വെക്കണം, നിർബന്ധമാണ്. മെൻസിന് പറ്റും, ലേഡീസിന് ഭയങ്കര പാടാണ്. ട്രിം ചെയ്ത് മുട്ടയടിച്ച് നടക്കുന്ന പറയുന്നത് അത്ര നല്ല ഒരു ഇടപാടുള്ള കാര്യമല്ല. സോ ലേഡീസിനോട് നമ്മൾ അധികം പറയാൻ നിൽക്കണ്ട. ബട്ട് മുടിയുടെ ഒരു അടർത്തി കൂട്ടാതിരിക്കാൻ, അടർത്തിയിൽ കൂട്ടാൻ നിൽക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് പിന്നിട്ട് സ്ലൈഡ് ഇട്ട് അല്ലെങ്കിൽ കെട്ടി എന്താ പോണി ടെയിൽ ഇതുപോലത്തെ ഹമ്പ് ഇതുപോലത്തെ സാധനങ്ങളൊന്നും അധികം ചെയ്യാതെ കുറച്ചൊന്ന് ഫ്രീ ആക്കാൻ നോക്കുക. ഹെഡ് ഫ്രീക്വന്റ്ലി വാഷ് ചെയ്യണം വിത്ത് നോർമൽ ഷാംപൂ അല്ലെങ്കിൽ
അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള നോൺ മെഡിക്കേറ്റഡ് ഷാംപൂസ് അങ്ങനെ ഏതായിരുന്നാലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വാം വാട്ടർ വെച്ച് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഈ എറപ്ഷൻസ് ഇതെല്ലാം ഒന്ന് മോയിസ്റ്റ് ചെയ്ത് പോകുന്നത് ഏറ്റവും നന്നായിട്ടത് സഹായിക്കാറുണ്ട്. സം കേസസിനകത്ത്, അതായത് ഇൻ ഓൾഡ് സ്കൂൾ ഓഫ് ട്രീറ്റ്മെന്റിൽ എക്സ്റ്റേണലി കൊടുക്കുന്ന മെഡിസിൻസ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വാസലിനിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. വാസലിൻ ഞാൻ വാസലിൻ ഇപ്പൊ യൂസ് ചെയ്യാറില്ല. പകരം നോൺ മെഡിക്കേറ്റഡ് വൈറ്റ് പെട്രോളിയം ജെല്ലി എന്നും എൻ്റെ കാലില് ഞാൻ ഫൂട്ടിൽ രണ്ടും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ വൈഫിന്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആയിരുന്നു അത്. വൈറ്റ് പെട്രോളിയം ജെല്ലി എന്നും ഞാൻ വഴക്ക് കേൾക്കാറുണ്ട് ഇടാത്തതിന്റെ പേരിൽ. ഇന്നലെയും കേട്ടു, ഇന്നും കേൾക്കും മിക്കവാറും. വൈറ്റ് പെട്രോളിയം ജെല്ലി ആ ഡ്രൈനെസ് ഓഫ് സ്കിൻ നല്ല ഒരു വൈറ്റ് പെട്രോളിയം ജെല്ലി നിങ്ങൾക്ക് ആമസോണിലൊക്കെ അത് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അതിൻ്റെ അകത്ത് നോൺ മെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ മേടിച്ചാൽ മതി. ഒരു പേഷ്യൻസിനകത്ത് എൻ്റെ പല പേഷ്യൻസ് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഹാഫ് kg ഒക്കെ 325 സംതിങ് റേറ്റേ ഉള്ളൂ. ഹാഫ് kg എന്ന് പറയുമ്പോൾ ഒരു 6-7 മാസം നമുക്ക് നിൽക്കും. ഉപയോഗിക്കുന്നവർക്കെ, ഉപയോഗിച്ചില്ലെങ്കിൽ അത് എത്ര വർഷം വേണമെങ്കിൽ കയ്യിലിരുന്നോളൂ. സോ ഇൻ സം കേസസിൽ മാത്രം എൻ്റെ അമ്മൂമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നുള്ള ട്രീറ്റാണ് ഈ ഫ്ലാക്സ് സീഡ് മീൽ. ഫ്ലാക്സ് സീഡ്സിനെ പൊടിച്ച് അതിനെ ചെറിയ ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയിൽ വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് തേച്ച് റെഡിയാക്കാം. എനിക്ക് ഈ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഹെഡ് ലൈസ് കേസ്, തലയിൽ പെയിന് വരുന്ന കേസ്. നമുക്ക് യൂഷ്വലി അറിയാം, നമുക്ക് സ്റ്റാഫിസേഗര ടിഞ്ചർ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ലൈക്കോപോഡിയം ഇന്റർണലി കൊടുക്കുന്ന കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഏറ്റവും നന്നായത് കസ്റ്റർഡ് ആപ്പിൾ, സീതാപ്പഴം അല്ലെങ്കിൽ മുന്തിരിപ്പഴത്തിന് ഇല, തിളുന്ന ഇല, അതിനെ നല്ലതുപോലെ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഇല്ലല്ലോ ഇപ്പൊ, ചെറിയ കുരൽ പോലത്തെ സാധനങ്ങളിട്ട് വളരെ തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ച് തലയിൽ ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഹെഡ് വാഷ് വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ചെറിയ ഈര്, പെയിൻ എല്ലാം നശിച്ചു പോവാറുണ്ട്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കേസാണ്. ഞാൻ അത് മെഡിസിൻ ഇല്ലാതെയും ഞാൻ കൊടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു റിസൾട്ട്, ഒരു ആക്സോറി മെഷർ മാനേജ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ന്യൂറാൾജിയ. ഒരുവിധപ്പെട്ട എല്ലാ ഡിസീസ് കണ്ടീഷൻസിനെയും അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഡയബറ്റിക് ന്യൂറോളജിയ, നോർമൽ ന്യൂറോളജിക്കൽ മെഷേഴ്സ്, ഇതെല്ലാം നമുക്ക് ന്യൂറോളജിക് മെഷേഴ്സ് ഒത്തിരി നമുക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ഇന്നും ഒരു 23 ഇയേഴ്സ് ഒരു ഓൾഡ് ബോയ് എൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്നു. പുള്ളി നല്ല ഹൈറ്റ് ഉണ്ട്. ഈയിടെയായിട്ട് നമ്മുടെ നാമില് പുള്ളി ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് വയർ കുറച്ച് ചാടിയിട്ടുണ്ട്, കഴുത്തും കുറച്ചൊന്ന് വളഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, അനിയ നീ ഇപ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാർ ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടം കുറച്ച് കുറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സൈഡിൽ ഒരു മുളക്കിരുന്ന് എന്നെ നല്ല കഴിച്ചിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ പോസ്റ്റർ ചേഞ്ച് എല്ലാം മാറി, എനിക്ക് നല്ല നടുവേദന ഉണ്ട് സാർ, ഞാൻ അതിനാണ് മെഡിസിൻ മേടിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കുറെ എക്സസൈസ് ഒക്കെ പറഞ്ഞു. അത് ചെറിയൊരു IVDP പ്രൊലാപ്സ് അല്ല, പ്രൊട്രൂഷൻ ആണ്. കാരണം IVDP 3ാമത്തെ സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് പ്രൊട്രൂഷൻ, സെക്കൻഡ് എക്സ്ട്രൂഷൻ, പിന്നെ പ്രൊലാപ്സ്, അത് കഴിഞ്ഞാണ് ഹെർണിയേഷൻ. സോ പ്രൊട്രൂഷൻ സ്റ്റേജസിനൊക്കെ മെഡിസിൻസ് വളരെ കുറച്ചും അഡീഷണൽ മാനേജ്മെന്റ് വളരെ ഇൻക്രീസ് ചെയ്തും പറയണം. അതിലുള്ള ഒരു ഫസ്റ്റ് മാനേജ്മെന്റ് ആണ് ഈ റൈറ്റ് ലാറ്ററൽ റെക്കംബന്റ് പൊസിഷൻ. ലാറ്ററൽ റെക്കംബന്റ് പൊസിഷൻ എന്ന് പറയുന്നതാണ് വാസ്തവം. റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഉറപ്പൊന്നുമില്ല. റൈറ്റ് കിടക്കാം, ലെഫ്റ്റിൽ കിടക്കുന്നവർക്ക് ലെഫ്റ്റ് കിടക്കാം. ടു ബി നോട്ടഡ്, ഇവിടെ പില്ലോ ഇല്ല. അപ്പൊ നമ്മുടെ കൈയാണ് നമ്മുടെ പില്ലോ. പില്ലോ വെക്കുന്നവർക്ക് പില്ലോ വെച്ച് കിടക്കാം, കുഴപ്പമില്ല. കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച് കിടക്കണം. സാക്രോ ഇലിയാക് ജംഗ്ഷൻ സാക്രലൈസേഷൻ ഉണ്ടായിട്ടുണ്ടോ, ആ എക്സ്റേയിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് ലിംബിന്റെ ഇടയിൽ, അതായത് ഈ മുട്ടിനിടയിൽ ഒരു ചെറിയ പില്ലോ വെച്ച് കിടക്കുക, നിർബന്ധമായിട്ട് ചെറിയ പില്ലോ വെച്ച് കിടക്കുക. സോ നിങ്ങൾ കിടക്കുന്ന പോസ്റ്റർ തന്നെ നിങ്ങൾക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് സെർവൈക്കൽ സ്ട്രെയിൻ, ലംബാർ സ്ട്രെയിൻ ഒക്കെ, അത് ചെറിയ പ്രായത്തിൽ. ഓൾഡ് ഏജ് ലംബാർ സ്പോണ്ടൈലോസിസ് അത് ക്വൈറ്റ് നോർമൽ ആണ്. ഇപ്പോഴും നമ്മൾ എന്തായാലും അനുഭവിക്കുന്നു, അതിന് ഇപ്പോഴേ നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ,
അതിന്റെ കൂടെ തന്നെ ഹോട്ട് ബാഗ് അല്ലെങ്കിൽ കോൾഡ് ബാഗ്. എൻ്റെ കയ്യിൽ ഹോട്ട് ബാഗിന്റെ ഫോട്ടോ ഇല്ല. ഈ കോൾഡിന് പകരം നിങ്ങൾ ഹോട്ട് എന്ന് എഴുതി വെച്ചിരുന്നാലും മതി. അതിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ട അത് കോൾഡ് ബാഗ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് ഫെർമെന്റേഷൻസ്. ഓക്കെ. ന്യൂറോളജിയ പോലത്തെ കേസസിനകത്ത് അബ്സല്യൂട്ട് റെസ്റ്റ് ഇൻ റെക്കമെൻഡ് പൊസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് IVDP കേസിനകത്ത് ഒരു കാരണവശാലും പേഷ്യന്റ് അടുത്ത് റെസ്റ്റ് അഡ്വൈസ് പറയാൻ പാടില്ല. എന്താണോ അവരുടെ ജോലി, ആ ജോലിയിൽ അവർ ബാക്ക് ടു നോർമൽ ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് ഡെയിലി എക്സസൈസ് 2-3 ദിവസം ടൈമെങ്കിലും എക്സസൈസ് അവരോട് ചെയ്യാൻ പറയുക. ഓക്കെ. അവിടെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറ്റത്തേ ഇല്ല. ബട്ട് ന്യൂറോളജി പോലത്തെ പെയിൻ കേസസിനകത്ത് ഇവിടെ ബെഡ് റെസ്റ്റ് നിർബന്ധമായിട്ട് നിൽക്കാം. നമുക്ക് ഹോട്ട് ഫെർമെന്റേഷൻസോ കോൾഡ് ബാഗ്സോ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് റീനൽ കോളിക്. അറിയാം, റീനൽ കോളിക്, ഹോട്ട് സിറ്റ്സ് ബാത്ത് നല്ലതാണ്. എൻ്റെ കോവിഡ് ടൈമിൽ 2021 കോവിഡ് ടൈമിൽ ഞാനിപ്പോ ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ കട്ടിലിന്റെ ബാക്കിലായിരുന്നു ഉള്ള ചെറിയ ചെറിയ വള്ളി കമ്പുകൾ ഞാൻ ഓടിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അത്ര ഏറ്റവും വലിയ ഒരു റീനൽ പെയിൻ, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത റീനൽ പെയിൻ. സിംഗിൾ ഡോസ് ഓഫ് ടബാക്കം 1 ml എനിക്ക് ആ സ്റ്റോൺ 2 ദിവസം കൊണ്ട് പുറത്തു വന്നു. അഡീഷണലി ഞാൻ സോഡിയം സിട്രൈറ്റ് സൊല്യൂഷൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചു വരുന്നു. ബെർബറിസ് വൾഗാരിസ് ടിഞ്ചറും കഴിക്കുക. ടബാക്കോ എണ്ണത്തിൽ പെയിൻ മാറി. ബാക്കിയുള്ള എല്ലാ അഡീഷണൽ മാനേജ്മെന്റ് അകത്തും ഞാൻ വെള്ളം, യൂറിൻ പാസ് ചെയ്യുന്നത് വെള്ളം ഒഴിക്കാനും കുടിക്കാനും മാത്രമേ ഒരു ജോലിയായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഹോട്ട് വാട്ടർ ബാഗ് എൻ്റെ ഈ റീനൽ ഏരിയയിൽ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അസോസിയേറ്റഡ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഹോട്ട് സിറ്റ്സ് ബാത്ത് ഒത്തിരി തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീനൽ കോളിക്കിന് ഏറ്റവും ബെസ്റ്റ് മാനേജ്മെന്റ്. സോ പെയിൻ മുതുകത്തും ഹോട്ട് സിറ്റ്സ് ബാത്ത് എന്തിനാണ് റെക്ടൽ ഏരിയത്തിൽ കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യം നിർബന്ധമാണ്. ഹോട്ട് സിറ്റ്സ് ബാത്ത് റീനൽ കോളിക്കുള്ള പേഷ്യന്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറയാം. അതിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി മെയിൽ പേഷ്യൻസ്. വൈ? ബിക്കോസ് മീൻസ് ഇവിടെ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റീനൽ കോളിക്കിന്റെ ഇന്റൻസിറ്റി കൂടാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. ഓക്കെ. സോ ഒരു ഹോട്ട് വാട്ടർ ബാഗ് അത്ര നല്ല ഹോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വാം ബാഗ്സ് എങ്കിൽ നമുക്കത് പേഷ്യന്റിന് കംഫർട്ട് ആകുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ. ലാസ്റ്റ് വൺ ഈസ് വാരിക്കോസീൽ. വാരിക്കോസീൽ കേസസിനകത്ത് ഞാൻ ഈ ഒരു അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യാൻ പറയാറുണ്ട് പേഷ്യൻസിനോട്. ഇതിനെയാണ് സ്മഗ്, SNUG, സ്നഗ് ബ്രീഫ്സ് എന്ന് പറയും. സ്നഗ്, SNUG. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും ഉണ്ടാവും സ്നഗ് ബ്രീഫ്സ്. സോ ഇതൊരു ബോക്സർ ടൈപ്പ് അണ്ടർ ഗാർമെന്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ബട്ട് ഇതിന് ഫ്രണ്ടിൽ ഒരു പൗച്ച് ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, വെരിക്കോസ് വെയിനും വെരിക്കോസ് സീലിനും ഏതാണ്ട് ഒരു പെത്തോളജി ഉള്ളൂ. പക്ഷെ ലൊക്കേഷനാണ് വേറെ. നല്ല പെയിൻ എടുക്കും വൈകിട്ട് 6 മണിക്ക് ശേഷം. രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല ബുദ്ധിമുട്ടി ഓടി നടക്കുന്ന ഒരു വൈകിട്ടാകുമ്പം ചെറു പെയിൻ ഉണ്ടാകും. ഈ പെയിൻ ഈ പൗച്ചിനകത്ത് ഈ കാണുന്ന ജെൽ പാക്ക് ഫ്രീസറിനകത്ത് വെച്ചാൽ അത് ഐസ് ക്യൂബ്സ് ആയിട്ട് കിട്ടും. സിലിക്കോൺ ജെല്ലാണ്. ചൂടുവെള്ളത്തിനകത്തിട്ട് അത് ഹോട്ടായിട്ട് കിട്ടും. അത് ഇപ്പോഴത്തെ പുതിയ റീസെന്റ് ആണ്. ഇത് ഐസ് പാക്ക് ഈ പൗച്ചിനകത്ത് അപ്ലൈ ചെയ്ത് നിൽക്കുമ്പം പേഷ്യന്റിന് വളരെ വളരെ എൻറ്റയർലി ഫ്രീ ആയിട്ട് നിൽക്കും. സോ ഐസ് പാക്ക് ഓർ കോൾഡ് ബാഗ് ആപ്ലിക്കേഷൻ വിത്ത് snug briefs and also proper elevation of limb. അല്ലാന്നുണ്ടെങ്കിൽ 2 കാലും ഒന്ന് അകൽത്തി വെച്ച് അണ്ടർ ഗാർമെന്റ്സ് ഫ്രീ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അണ്ടർ ഗാർമെന്റ്സ് ഇട്ട് വേദന ഇട്ട് നമുക്ക് മാറ്റി നിൽക്കാറാണ്. ഇത് വെരിക്കോസീലിന്റെ ഏറ്റവും നല്ല ഒരു ഓക്സിലറി മാനേജ്മെന്റ്. അതുപോലെ ഇൻഡ്യൂസിങ് സെമൻ പ്രൊഡക്ഷൻ, സെമൻ ക്വാണ്ടിറ്റി, സെമൻ ക്വാളിറ്റി ക്ലാസ്സസ് ഒക്കെ എൻ്റെ ആദ്യത്തെ ഈ സെഷനിലുള്ള ഒരു ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. സോ അന്ന് ഞാനത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിന്റെ ഈ ഫസ്റ്റ് ഞാൻ 2022 ടൈമിൽ IFPHന്റെ ഫസ്റ്റ് സെക്ഷൻ ക്ലാസ്സിനൊക്കെ സെമന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് ഓക്സിലറി മെഷർമെന്റ് ഈസ് വാട്ടർമെലോൺ സീഡ്സ്.
മാക്സിമം അഡ്വൈസ് ചെയ്യാം. ചക്കക്കുരു, മോർ സിങ്ക് മോർ സെമൻ. ചക്കക്കുരു, പിന്നെ നല്ല ഡാർക്ക് ചോക്ലേറ്റ്സ്, ഇതെല്ലാം വളരെ ബെറ്റർ റിസൾട്ട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബെറ്റർ ഓക്സിലറി മെഷർമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ, ഓക്സിലറി മെഷേഴ്സിന് പുറമെ തന്നെ എല്ലാ ഡിസീസ് കണ്ടീഷൻസിനും ഒരു ഡയറ്ററി മാനേജ്മെന്റ്, ചെറിയ ഒരു 1-2 ഡയറ്ററി മാനേജ്മെന്റ് എങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്യുക. ഇന്ന് എനിക്കുണ്ടായിരുന്ന ലാസ്റ്റ് പേഷ്യന്റ് ഒരു 22 വയസ്സുള്ള ഒരു കോളേജ് കുട്ടിയാണ്. ആ കുട്ടി നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ സിംറ്റം എന്ന് പറഞ്ഞാൽ, സാർ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ 7up, പെപ്സി, കൊക്കക്കോല ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ കുടിക്കുകയാണ്. പക്ഷെ ഞാൻ വണ്ണം വെച്ചിട്ടില്ല. ബട്ട് എനിക്കിപ്പോ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണ്. സമയം തെറ്റിച്ച് ഞാൻ രാത്രി 12 മണിക്കൊക്കെ ഷവായും ഷവർമയൊക്കെ സൊമാറ്റോ വഴി ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് അത് കാരണം നല്ല അസിഡിറ്റിയും ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ തരുന്ന ഈ മെഡിസിൻസിന് പുറമെ തന്നെ സാർ എന്തെങ്കിലും മാനേജ്മെന്റ് ഉണ്ടോ? ഉണ്ട്, മാനേജ്മെന്റേ ഉള്ളൂ. കാരണം 7 മണി 8 മണി ഒരുവിധപ്പെട്ട സിറ്റിയിലുള്ള കടകളും എല്ലാ കടകളും ഒന്ന് ക്ലോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബോഡിക്കകത്തുള്ള പല ഓർഗൻസും ഷട്ട് ഡൗൺ ടൈം ഉണ്ട്. ആ ഷട്ട് ഡൗൺ ടൈമിന് അതിനനുസരിച്ചുള്ള ജോലി നമ്മൾ അമിതമായി കൊടുക്കുമ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരാൻ വേറെ സമയം വേണ്ട. അല്ലെങ്കിൽ വേറൊരു വഴി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട, ബോഡി തന്നെ അത് ഉണ്ടാക്കി കൊടുത്തോളൂ. ബ്ലഡ് ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ, അതർ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ട്രങ്കൽ ഒബിസിറ്റി, GERD, പെപ്റ്റിക് അൾസർ ഡിസീസ്, അങ്ങനെ എത്ര അസുഖങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതിന്റെയൊക്കെ ഒരു ബെസ്റ്റ് ഓക്സിലറി മെഷേഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുക. അതിന്റെ പേര് ഓക്സിലറി മെഷേഴ്സ് അല്ലല്ലോ, അത് അവർ ചെയ്യുമല്ലോ. അവർ ചെയ്തിട്ട് ജയിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ പറയുന്ന ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഫുഡ് പിടിക്കുക. അല്ലാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്കും ഉച്ചയ്ക്കുള്ള ലഞ്ച് വൈകിട്ട് 4 മണിക്കും കഴിക്കുന്ന അമ്മമാർ എത്രയോ പേര് അറിയാം. എന്റെ അമ്മ പോലും കഴിക്കാറുണ്ട്. ഓക്കെ, അത് കാരണം ഇപ്പൊ പുള്ളി ഷുഗർ ആയിട്ട് കിടക്കുക. അപ്പൊ നമുക്ക് ആ പേഷ്യൻസിനോട് പറയാനുള്ള മെഷർമെന്റ്സും നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്ന ഡയറ്റിക്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, സോ നമുക്കിനി ഡിസ്കഷനിലോട്ട് കിടക്കാം. മാഡം, എന്റെ സെക്ഷൻസ് തീർന്നിട്ടുണ്ട്. ഓക്സിലറി മെഷേഴ്സിന്റെ വളരെ ഒരു ഷോർട്ട് ക്ലാസ് തീർന്നിട്ടുണ്ട്. നന്ദി. ഒരു അവസരം ഒന്നുകൂടി തന്നതിന് നന്ദിയുണ്ട് സാർ, മാഡം. ഓക്കെ. ഡോക്ടർ അരവിന്ദ് ദർശന്റെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. റെയർ, പെക്യൂലിയർ, അൺകോമൺ ക്ലാസ് ആണ്. അപ്പൊ നമ്മള് സാധാരണ എല്ലാം മെഡിസിൻ, പിന്നെ അല്ലെങ്കിൽ ഡിസീസ് ഡയഗ്നോസിസ്, മെഡിസിൻ ഇൻഡിക്കേഷൻ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഓക്സിലറി മാനേജ്മെന്റ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും. അത് എല്ലാവരുടെയും നിത്യ പ്രാക്ടീസിൽ വളരെയധികം ഉപകാരം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ ഇന്ന് ഡോക്ടർ ഈ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഇനി ഏതെങ്കിലും അസുഖത്തിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഓരോരുത്തരും പറയുക. 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറിനോട് ചോദിക്കാം ഇന്നത്തെ ക്ലാസ്സിന്റെ. ഹരിഹരൻ സാർ അൺമ്യൂട്ട് ചെയ്ത്. കേക്കാവോ? ഓ, കേൾക്കാം സാർ. ഓക്കെ. ഡോക്ടർ, ക്ലാസ് നന്നായിരുന്നു. എൻ്റെ അപ്രീസിയേഷൻ അറിയിക്കുകയാണ്. പിന്നെ എന്നാലും ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനും ചില വിയോജിപ്പുകളും ഉണ്ട്. അപ്പൊ അതിൽ വിയോജിപ്പിൽ ഒരെണ്ണം, ഡോക്ടർ ഈ അമിനോറിയയുടെ കാര്യം പറഞ്ഞത് ഹോട്ട് വാട്ടറിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഹോട്ട് വാട്ടറിൽ ഇരിക്കാം, പക്ഷേ ഹോട്ട് വാട്ടർ കഴിഞ്ഞിട്ട് പിന്നെ കോൾഡ് വാട്ടറിൽ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ട് വാട്ടറിൽ ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ ഈ ബ്ലഡ് വെസൽസ് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ മെത്തേഡ് പരീക്ഷിക്കാവുന്നത്. അതൊന്ന്. ഒരേ സമയം തന്നെയാണോ മാറി മാറി? ആദ്യം ഹോട്ട് വാട്ടറിൽ ഇരിക്കുക, അതിനുശേഷം കോൾഡ് വാട്ടറിൽ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രക്രിയ പൈൽസ് രോഗികൾക്കും ചെയ്യാവുന്നതാണ്. പൈൽസ് രോഗികൾക്ക് ചെയ്യാം, പ്രോസ്റ്റേറ്റ് രോഗികൾക്ക് ചെയ്യാം. ആ ഹിപ്പിലുള്ള
സർക്കുലേഷൻ നന്നായിട്ട് വരും. അത് അതാണ് എനിക്ക് ഉള്ള ഒരു സജഷൻ. പിന്നെ ഓക്കെ സാർ, താങ്ക് യു. വേറെ ഒരു സജഷൻ ഉള്ള എന്താ വെച്ചാൽ, ഈ അമിനോറിയുള്ള കുട്ടികൾക്ക് അത് നമ്മൾ ഈ സ്കിപ്പിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറയണം. അമിനോറിയ ഉള്ള കുട്ടികളെ സ്കിപ്പിങ്, അതായത് വേറെ വീട്ടിൽ തന്നെ ടെറസിലോ എവിടെങ്കിലും ഒരു 10-15 മിനിറ്റ് നേരം സ്കിപ്പിങ് ചെയ്യുവാണെങ്കിൽ അവരുടെ അവിടെ നല്ല ഒരു സർക്കുലേഷൻ ഉണ്ടാകുകയും ഒത്തിരി ആശ്വാസം. നമ്മൾ മരുന്ന് കൂടെ കൊടുക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യാവുന്നതാണ്. പിന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞത് വൊമിറ്റിങ്. ഡോക്ടർ പറഞ്ഞത് തല താഴ്ത്തി വെക്കണം, കാല് പൊക്കി വെക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ സാർ, അതെ. അതിനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വൊമിറ്റിങ്, സഡൻ വൊമിറ്റിങ് ഇങ്ങനെ വന്നിട്ട് ഈ നെറുകെ കയറും. നെറുകെ കയറുമ്പോ ഈ കുട്ടിക്ക് ശ്വാസം വിടാൻ പറ്റാതെ. ഓക്കെ. അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതൊന്ന്. രണ്ടാമത്, ഈ വൊമിറ്റിങ്ങിന്റെ റീസൺ നമുക്കറിയില്ല. അത് ചിലപ്പം ഇന്നൊന്നും ഇല്ല, ഇന്ന് വളരെ കുറവാണ്. ഈ വേംസ് ഉണ്ടല്ലോ, വേംസിന്റെ ഈ റൗണ്ട് വേംസിന്റെ ഇറിറ്റേഷൻ കൊണ്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുമ്പം ഇവൻ ചാടി മൂക്കിലെങ്ങാനും കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ തന്നെ എത്ര പ്രാവശ്യം വരെ മൂക്കിൽ കൂടെ വലിച്ചെടുത്തിട്ടുണ്ടെന്നറിയാം. ഇപ്പൊ ഇല്ല. ഇപ്പം നമ്മൾ മോഷൻ ചെക്ക് ചെയ്യുമ്പോൾ റൗണ്ട് വേംസിന്റെ ഓവ കാണാനേ ഇല്ല, വിപ്പ് വേംസിന്റെ ആണ് കാണാനുള്ളത്. അത് അപ്പൊ അതുകൊണ്ട് ആ മെത്തേഡ് ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ അതിലെന്ന് പറഞ്ഞാൽ വൊമിറ്റിംഗിന്റെ പീരിയോഡിസിറ്റി വളരെ കൂടുമ്പോൾ മാത്രമേ ആ പൊസിഷൻ അഡ്വൈസ് ചെയ്യാൻ പാടുള്ളൂ സാർ. അതായത് കുറെ സമയത്ത് വൊമിറ്റിംഗ് ഇല്ല, എനിക്ക് ആ കോളിക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് അഡ്വൈസ്. അല്ലാതെ വൊമിറ്റിംഗ് ടൈമിൽ ആ പൊസിഷൻ യൂസ് ചെയ്യാനേ പാടില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അത് ശരിക്കും ശരിയാണ് സാർ. പക്ഷേ സ്ക്രീൻ ഷെയർ ഒന്ന് മാറ്റാൻ പറയൂ. അടുത്ത എനിക്ക് പറയാനുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടികൾക്ക് ഈ വൊമിറ്റിങ് വരുമ്പോ നമ്മൾ അതിന്റെ റീസൺ നോക്കി വേണം മെഡിസിൻ കൊടുക്കാൻ. അതായത് കുട്ടികളെ സംബന്ധിച്ച് ഈ ഇപ്പോഴും വേംസിന്റെ വൊമിറ്റിംഗ് ആണെങ്കിൽ ഈ സിനാ ടിഞ്ചർ ഉണ്ടല്ലോ, സിനാ ടിഞ്ചർ മണപ്പിച്ചാൽ മതി. മൂക്കിൽ മണപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ. ഹരിഹരൻ സാറ് അമ്പാടിയമ്മയും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സമയമില്ല. അടുത്ത നമുക്ക് അമ്പാടി അമ്മയിലേക്ക് പോകാം. ഇതെന്താ അഭിപ്രായമായ എന്റെ ഇനി ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ഹരി പറയട്ടെ. ഡോക്ടർ പറഞ്ഞോട്ടെ, ഞാൻ അഭിപ്രായം. കാരണം ഹരിഹരൻ സാറിന് അരവിന്ദാക്ഷ ഡോക്ടർ പറഞ്ഞ എല്ലാ മാനേജ്മെന്റിലും ചിലപ്പോ അത് എക്സ്പീരിയൻസ് കൊണ്ടുള്ളതാവാം. കാരണം ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ്. ഡോക്ടർ അമ്പാടി പറയട്ടെ. ഓക്കെ. അതെ, അരവിന്ദാക്ഷൻ ഒരു ഇത് പറയണം. അരവിന്ദ അക്ഷൻ അല്ലേ? പിന്നെ എന്താണ്, നമ്മുടെ ഇൻഫെർട്ടിലിറ്റി കൊണ്ട് സഫർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരോട് ഒരിക്കലും ഹോട്ട് വാട്ടർ ബാത്ത്, സിറ്റ്സ് ബാത്ത് എടുക്കാൻ പറയരുത്. സിറ്റ്സ് ബാത്ത് ഹോട്ട് വാട്ടർ ഉപയോഗിക്കരുത്, അവര് കോൾഡ് വാട്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും ഹോട്ട് ബാത്തും സിറ്റ്സ് ബാത്തും ഈ ഹോട്ട് വാട്ടർ ഉപയോഗിക്കരുതെന്ന് പറയണം. പിന്നെ രണ്ടാമത് കുട്ടി പറഞ്ഞില്ലേ കോൺസ്റ്റിപ്പേഷന്റെ കാര്യം. ഈ കോൺസ്റ്റിപ്പേഷന് അലൂമിനിയം പാത്രത്തിൽ ഒന്നും വയ്ക്കുകയും ഒന്നും ചെയ്യരുതെന്ന് പറയണം. കുട്ടികൾക്കാണെങ്കിൽ ചിലർ കുറുക്കി കൊടുക്കുന്നത് അലൂമിനിയം പാത്രത്തിൽ കുറുക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് കോൺസ്റ്റിപ്പേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരോട് അലൂമിനിയം പാത്രം ഉപയോഗിക്കരുതെന്ന് പറയണം. പിന്നെ മെക്കാനിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതില് എനിക്ക് കിട്ടിയെന്ന ഒരു ഇത്, സൾഫർ മോർണിംഗിലും നക്സോമിക്ക ഈവനിങ്ങിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു മോഷൻ ഒന്ന് നോർമലായിട്ട് ആയിട്ട് വരുന്നുണ്ട്. ഡെയിലി ഡോസ് നക്സോമിക്ക മോർണിംഗ് അല്ല സോറി സൾഫർ മോർണിംഗ് ഈവനിങ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ
ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഹൈഡ്രാസിസ് ടിങ്ചറും കൊടുത്തു കഴിഞ്ഞാല് ഇഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നല്ല സെഷൻ ആയിരുന്നു അരവിന്ദ് അക്ഷൻ അല്ലേ? അതെ മേഡം. പഴയ അരവിന്ദാക്ഷൻ എന്നുള്ള അത് പേര് തന്നെ അരവിന്ദാക്ഷൻ. ഞാൻ മോഡേൺ ആക്കി പേര് കുറച്ചുകൂടെ മോഡേൺ ആക്കി വെച്ചേക്കാണ്, ആളെ തിരിച്ചറിയാതിരിക്കാൻ. വെരി ഗുഡ്, നൈസ്. ഓക്കെ. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മേഡം. മാഡം അല്ലെ അമ്പാടിയമ്മ, നമുക്ക് അരവിന്ദാക്ഷൻ ഡോക്ടർക്കുള്ള നന്ദി കൂടി പറയുന്നതിന് വേണ്ടി. നല്ല സെഷൻ ആയിരുന്നു അരവിന്ദാക്ഷൻ. പിന്നെ നമുക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്പ് കൊണ്ടുവരാം. ഞങ്ങൾക്കും ഒക്കെ വളരെ ഉപയോഗപ്രദമാണ്. കുട്ടി പറഞ്ഞില്ലേ യങ്സ്റ്റേഴ്സിനാണെന്ന്, പക്ഷെ ഞങ്ങൾക്കും ഇതൊക്കെ വളരെ ഉപയോഗപ്രദമാണ്. ഞങ്ങളുടെയും നിങ്ങളുടെയൊക്കെ എല്ലാം വിരൽത്തുമ്പിലാണ്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുണ്ട്. ഇനിയും വരിക, ഇനിയും ഇങ്ങനെ പുതിയ പുതിയ ടിപ്സ് എല്ലാം കൊണ്ടുവരിക. ഞങ്ങളും ഒക്കെ പഠിക്കട്ടെ. തീർച്ചയായും ഈ IFPHന്റെ പേരിലും നന്ദി പറയാണ്. ഇനിയും ഡോക്ടറെ, അതായത് നമ്മൾ ഇതുപോലത്തെ ക്ലാസ് നടക്കുമ്പോൾ ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഡിസ്കഷനിലേക്ക് മാറ്റും. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഡിസ്കഷനിലാണ് എപ്പോഴും ഇതിന്റെ എന്താ ജൂവൽസ് തെളിഞ്ഞു വരുന്നത് ഡിസ്കഷനിലാണ്. അപ്പോൾ ഒരാൾ വന്ന് ക്ലാസ് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ വരുമ്പോൾ ഒത്തിരി സമയമില്ലാത്ത അവസ്ഥ വരുന്നു. അത് തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് മുമ്പ് അത് ഹരിഹരൻ സാർ പറഞ്ഞത് കറക്റ്റാണ്. എന്തായാലും വ്യത്യസ്തമായ ഒരു വിഷയമായിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പൊ അരവിന്ദാക്ഷൻ ഡോക്ടർ ഇങ്ങനെ ഒരു വിഷയമായിട്ട് കൊണ്ടുവന്നത് കൊണ്ടാണല്ലോ നമുക്ക് അതിലെ ഭേദഗതികളും ഇനി എന്താണ് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുള്ളതെന്നുള്ളൊരു വേദി ഒരുങ്ങിയത് അതുകൊണ്ടാണല്ലോ. അതെന്തായാലും വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾക്കുള്ള മാനേജ്മെന്റ് കൂടി, ഓക്സിലറി മാനേജ്മെന്റ് മറ്റ് അസുഖങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇനി ഒത്തിരി അസുഖങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൂടി കൊണ്ടുവരണം. നമുക്ക് 15 മിനിറ്റ് മുമ്പ് തന്നെ ഇനി ക്ലാസ് നിർത്താം. അപ്പോഴ് ഇതുപോലെ സീനിയർ ഡോക്ടർമാർ അവരുടെ അഭിപ്രായങ്ങൾ പറയും. എന്തായാലും ഇന്ന് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ ഹരിഹരൻ സാറിനും അമ്പാടിയമ്മയ്ക്കും മറ്റ് പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷനോടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.